പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കർത്താവ് തന്നെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ദൈവജനത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ച്. നമ്മൾ ഈ ടോപ്പിക്ക് ചിന്തിക്കാനുള്ള കാരണം ഞാൻ വേഗത്തിലൊന്ന് പറയാം, അതിനുശേഷം നമുക്കതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ദൈവജനത്തെ കുറിച്ച്, ഈ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവജനത്തിനകത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, യേശു ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ ജീവിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കർത്താവ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം കർത്താവ് ഇമ്പോർട്ടൻസ് കൊടുത്തതിനും ദൈവവചന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ടോപ്പിക്കിലേക്ക് ഒന്ന് പോകുന്നതിന് മുൻപ് അല്പം നമ്മുടെ അറിവിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവചനം എന്ന് പറയുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് പുതിയ നിയമത്തിന്റെ ഒരു മെയിൻ ടോപ്പിക്കാണ്. പുതിയ നിയമത്തിന്റെ ഒരു മെയിൻ ടോപ്പിക്കാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മുഖവരയ്ക്കകത്ത് നിങ്ങൾ എന്നോട് പിണക്കം വിചാരിക്കരുത്. നിങ്ങൾ എന്നോട് ഞാൻ ഈ പറയുന്ന കാര്യം അതേ സെൻസിൽ തന്നെ നിങ്ങൾ എടുക്കണം. ഒരു കാര്യം അല്പം ഒന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് എവിടെ നോക്കിയാലും, ഞാൻ ഈ പറയുന്ന കാര്യം ദയവായിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കല്ലേ, പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാവൂ. പക്ഷേ ഇന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചോണം. ഇനി നിങ്ങളൊക്കെ പ്രസംഗിക്കേണ്ടവരാണ്, ശുശ്രൂഷയിൽ ഇറങ്ങേണ്ടവരാണ്, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പം മുമ്പോട്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഈ പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമത്തിനകത്ത് മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ച് ഭൗതിക അനുഗ്രഹങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു 80% ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ മുഴുവൻ ഈ 80 എന്നുള്ളത് നേരെ തിരിഞ്ഞു വരും. ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഒരു 20% കൂടുതലൊന്നും ബൈബിളിൽ പറയുന്നില്ല. പുതിയ നിയമത്തിനകത്ത് 80% മനുഷ്യന്റെ ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദൈവസഭയുടെ, ദൈവജനത്തിന്റെ ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചാണ് 80% പറയുന്നത് പുതിയ നിയമത്തിനകത്ത്. പഴയ നിയമത്തിലോ അത് നേരെ തിരിച്ച. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻഗണന ഇവിടെ നമ്മളുടെ വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ട് സ്ഥാപിക്കപ്പെടുന്നതിനും ക്രിസ്തുവിനെ പോലെ നമ്മൾ ജീവിക്കുന്നതിനും ക്രിസ്തുവിന് പകരം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനും ക്രിസ്തുവിനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിനാണ് പുതിയ നിയമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ഇതൊന്നും ബാധകമല്ല. ദൈവം ഉണ്ടെന്ന് ഈ ജനത്തിലൂടെ മനസ്സിലാവണം. ഈ ജനത്തിന് ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവമാണ് ഈ ജനത്തെ അനുഗ്രഹിച്ചെന്നും ഒക്കെ ഭൗതികമായിട്ടുള്ള ഈ ജനത്തിന്റെ അനുഗ്രഹവും ഉയർച്ചയും കണ്ടിട്ട് വേണം ജാതികൾ മനസ്സിലാക്കാൻ. ഇതാണ് പഴയ നിയമത്തിന്റെ കോൺസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയോ? ഇന്ന് പുതിയ നിയമ വിശ്വാസികളായിരിക്കും. നമ്മൾ എന്തോ ചെയ്യുന്നതെന്നറിയോ? നേരെ പുതിയ നിയമത്തിൽ നിന്നൊന്നും നമുക്ക് പ്രസംഗിക്കാനില്ല. നമ്മൾ നേരെ ദാവീദും ഗോലിയാത്ത് മോശ ഇതെല്ലാം എടുത്തോണ്ട് വരും. ചില ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദാവീദും ഗോലിയാത്തും ഇല്ലേ, പിന്നെ ഉപവാസ പ്രാർത്ഥന ഇല്ല. പ്രസംഗിക്കാനാ? എന്തോ കുഴപ്പമെന്നറിയാമോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കില്ലാതെ പോകുന്നതാണ് പ്രശ്നം. പഴയ നിയമത്തിന് നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് പ്രാധാന്യം കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളോട് ഡയറക്റ്റ്ലി സംസാരിച്ചതല്ല അതൊന്നും. ഞാൻ ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പഴയ നിയമം വേണ്ടെന്നോ അതിന് പ്രാധാന്യം ഇല്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്കും ശ്രദ്ധയിലേക്കും പറഞ്ഞു തരാം. ഒന്ന്, പഴയ നിയമം എന്ന് പറയുന്നത് ഷാഡോയാ, നിഴല. നിഴലിന് വേണോ ഒറിജിനലിന് വേണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ? ഒറിജിനലിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. രണ്ട്, റോമാലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ നിയമം ന്യായപ്രമാണം ഒരു ശിശുപാലകനാ. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ കെയർ ടേക്കറാ. ക്രിസ്തുവിലേക്ക് നയിക്കുന്ന, ദൈവരാജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കെയർ ടേക്കറാ, ഗൈഡാ പഴയ നിയമം എന്ന് പറയുന്നത്, ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പം ഒറിജിനലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണോ, കെയർ ടേക്കറിന് പ്രാധാന്യം കൊടുക്കണോ? ഓക്കെ, യേശുവിനാണോ മോശയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് നമുക്കാണോ? യേശുവിനാണോ ദാവീദിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് നമുക്കാണോ അറിയാവുന്നത്? പഴയ നിയമത്തിലെ ഭക്തന്മാരെ മുഴുവൻ എടുത്ത് നോക്കൂ. നമ്മയൊക്കെ നന്നായിട്ട് യേശുവിന് അവരെല്ലാം അറിയാം. പക്ഷെ യേശു ഇതെല്ലാം അറിയാമായിട്ട് യേശു എന്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചേ? ദൈവരാജ്യമായിരുന്നു യേശുവിന്റെ പ്രസംഗം. ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ ജീവിക്കാം, അതായിരുന്നു യേശുവിന്റെ പ്രസംഗം. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുക, നമ്മുടെ ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കി യേശുവിനെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ ആരുമില്ല.
ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ആർക്കും സമയമില്ല, കിട്ടാനില്ല. കാരണം പഴയ നിയമത്തെ കഥ പറഞ്ഞ പരിപാടി വെക്കും, 1 മണിക്കൂർ അങ്ങ് പോയി കിട്ടും. പുതിയ നിയമത്തിൽ പ്രസംഗിക്കണേ വെളിപ്പാടുണ്ടായാലേ പറ്റുള്ളൂ. ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവരെ പുതിയ നിയമത്തിന്റെ വെളിപ്പാട് പ്രസംഗിക്കാൻ പറ്റൂ. അപ്പം ഇനി പറഞ്ഞതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 1-2 കാര്യം കൂടെ പറയാം. നമ്മുടെ ഞായറാഴ്ച ഒരു പരിപാടിയുണ്ട്, ഈ കുർബാനക്കിടയിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, സങ്കീർത്തന വായന എന്ന് പറയുന്നൊരു പരിപാടി. നല്ല കാര്യമാണ്. സങ്കീർത്തനത്തിനകത്ത് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിന് ഭയങ്കര ടച്ചിങ് ആണ്, നല്ലതാണ്. നിങ്ങൾ 1-ാം സങ്കീർത്തനം തൊട്ടടുത്ത് വായിച്ചു നോക്കി. 1-ാം സങ്കീർത്തനം അത് വലിയ കുഴപ്പമില്ല. 2-ാം സങ്കീർത്തനം തൊട്ടിങ്ങോട്ട് എടുത്ത് വായിച്ചു നോക്കിയ മിക്ക സങ്കീർത്തനങ്ങൾക്കകത്തും ശത്രുവിന്റെ തല തല്ലി പൊട്ടിക്കുന്ന പരിപാടി എഴുതിയിട്ടുള്ളത്. എന്റെ ശത്രുവിനെ കൊല്ലണം, അവനെ മുടിക്കണം, അവനെ ഇല്ലാതാക്കണം, ഞാൻ അങ്ങ് വലുതാകണം. നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ. ഇതുമായിട്ട് ഈ പഴയ നിയമത്തിന്റെ സങ്കീർത്തനങ്ങളൊക്കെ മാച്ച് ആകുന്നതുകൊണ്ട് നമുക്കിത് വായിച്ചാൽ എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പുതിയ നിയമത്തിലെ ഏത് ടീച്ചിങ്ങുമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഒക്കുന്നത്, മാച്ച് ചെയ്യാൻ പറ്റുന്നത്? ചിന്തിച്ചു നോക്കി. പുതിയ നിയമപ്രകാരം നമുക്ക് ശത്രു ഇല്ല. സങ്കീർത്തനം പറയുന്നത് എന്തുവാ? ശത്രുവുണ്ട്, കർത്താവ് അവനെ നശിപ്പിക്കണം, അവനെ എന്റെ പാതവീടും ആക്കണം. വായിച്ചു നോക്കൂ. 2-ാം സങ്കീർത്തനത്തോട് നിങ്ങൾ താട്ട് വായിച്ചു നോക്കൂ. പുതിയ നിയമത്തിലെ യേശുവിന്റെ പഠിപ്പിക്കലുമായിട്ട് ഇതൊന്നും മാച്ചാവുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇതൊക്കെ ശിശുപാലകനാ, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന, അത് കഴിഞ്ഞ പരിപാടി. അത് ദാവീദ് തന്റെ അനുഭവത്തിൽ പറഞ്ഞ, ദാവീദിന് ശത്രു ഉണ്ടായിരുന്നു. നമുക്ക് പുതിയ നിയമത്തെ എവിടെ ശത്രു ഇരിക്കുന്നത്? പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ശത്രുക്കളൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മള് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പഴയ നിയമം തെറ്റാണെന്നോ പഴയ നിയമത്തെ പ്രസംഗിക്കില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തെ പ്രസംഗിക്കണം. എന്തിനാണെന്നറിയാം? ദൈവത്തിന്റെ പ്രിൻസിപ്പിളിനെ മനസ്സിലാക്കാൻ നമുക്ക് പഴയ നിയമം വായിച്ചാലേ പറ്റൂ. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാം. പഴയ നിയമം വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പഴയ നിയമം വായിച്ചപ്പോഴാണ് ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തികളുടെ രീതികൾ മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ പഴയ നിയമങ്ങൾ വായിക്കണം. ഇനി അതിനകത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണേ. ഞാൻ പുതിയ നിയമത്തെ പഴയ നിയമത്തെ മാറ്റി പഴയ നിയമത്തിൽ പ്രസംഗിക്കുന്ന ആളൊന്നും അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിൽ നമ്മൾ പ്രസംഗിക്കാറുണ്ട്, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയുണ്ട്. നമ്മൾ പ്രാധാന്യം കൂടുതൽ പുതിയ നിയമത്തിന് കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി പഴയ നിയമം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ പഴയ നിയമം ഒന്ന്, അത് യഹൂദന്മാരോട് ഡയറക്റ്റ് സംസാരിച്ച കാര്യമാണ്. 1. 2, അതിനകത്ത് പ്രവചനിക ഭാഷകളുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ യേശു വരുമെന്ന് പഴയ നിയമത്തിലുണ്ടായിരുന്നു, യേശു വന്നു. ഇനി നടക്കാത്ത പ്രവചനങ്ങളുണ്ട്, ഇനി നടക്കാനുള്ളതുണ്ട്. മില്ലേനിയത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, നടക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ മാറ്റിക്കളയാനൊന്നും പറ്റത്തില്ല. അതില്ലാതെ പഴയ നിയമം ഇല്ലാതെ നമുക്ക് പുതിയ നിയമം ഇല്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തുനിന്ന് പല ഭാഗങ്ങൾക്കകത്തുനിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ഇപ്പൊ ദാവീദിനോട് പറഞ്ഞ വാക്കുകളും ഒക്കെ ദൈവം ഡയറക്ട്ലി ദാവീദിന് കൊടുത്തതാ. അതുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പക്ഷേ അതിനകത്തുനിന്ന് ഇൻഡയറക്ട്ലി ദൈവം നമ്മളോട് സംസാരിക്കും, ആത്മീയ അർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കും. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കുക വേണ്ടിയത്. നമുക്കിവിടെ വലിയൊരു ദൗത്യവും ഒരു വലിയ ശുശ്രൂഷയൊക്കെ കർത്താവ് പുതിയ നിയമത്തിൽ വെച്ചിട്ടുണ്ട്. അതിനെ കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, പുതിയ നിയമത്തെ ഒഴിവാക്കിയിട്ട് പഴയ നിയമത്തിൽ കിടന്ന് കറങ്ങല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, പഴയ നിയമം വേണം, നമുക്ക് രണ്ടും വേണം. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി എവിടെ ആയിരിക്കണം? പുതിയ നിയമമായിരിക്കണം. ഓക്കെ, അങ്ങനെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും എല്ലാം ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും പ്രാധാന്യത അതിന് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പഴയ നിയമത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദാവീദിന്റെ ലൈഫിനെ കുറിച്ച്, ദാവീദ് രാജാവായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ സങ്കീർത്തന പുസ്തകം ഒന്ന് എടുത്താൽ 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 10-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. യഹോവ എന്നേക്കും രാജാവാകുന്നു, ജാതികൾ അവന്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു. സങ്കീർത്തനം 10:16.
ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ആരുടെയെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവരാരും ഉണ്ടോ? അത് നമുക്ക് കാണാൻ പറ്റുന്നതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, God as creator and king. സങ്കീർത്തനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനക്കാരൻ ഡിക്ലെയർ ചെയ്യുന്നു, the Lord is king forever and ever. അപ്പൊ പഴയ നിയമം എന്താ വിളിച്ചു പറയുന്നത്? ഒരു നിത്യമായ രാജ്യത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഒരു നിത്യമായ രാജ്യത്തെ കുറിച്ച്. ഒരു കിങ്, ഒരു രാജാവ് നിത്യമായിട്ടുണ്ടായിരിക്കും, അവന്റെ രാജ്യത്വം നിത്യമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എവിടെ പറഞ്ഞു? പഴയ നിയമത്തിൽ തന്നെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു വാക്യത്തിലേക്കും കൂടെ നമ്മൾ വന്നാൽ, 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, അത് വാക്യം വായിക്കണമെന്നില്ല, 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ താഴോട്ടൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ദാവീദിനോട് ദൈവം പ്രോമിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ദാവീദിനോട് ദൈവം പ്രോമിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു പുത്രൻ ഇല്ലാതിരിക്കുകയില്ല, നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്ത് സിംഹാസനത്തെ കുറിച്ചും രാജ്യത്വത്തെ കുറിച്ചും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള രാജ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് വായിക്കാമോ? ഒരാള് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം കൂടെ ഒന്ന് എടുത്തു വയ്ക്കുക. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയേ, എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു രാജ്യത്തെ കുറിച്ച്, ഈ രാജാക്കന്മാരുടെ കാലത്തെന്ന് പറഞ്ഞാൽ അത് ആ ബിംബങ്ങളെ കുറിച്ചും ദാനിയേൽ കണ്ട സ്വപ്നത്തെ കുറിച്ചൊക്കെ വിവരിക്കാൻ വേണ്ടി സമയമില്ല. രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ചൊക്കെ ദാനിയേൽ വിവരിക്കുന്നതിന്റെ അർത്ഥത്തിന്റെ അവസാനമാണ് താൻ ഇത് പറയുന്നത്. ആ 4 സാമ്രാജ്യങ്ങൾ വരുന്നുണ്ട്. 4 സാമ്രാജ്യങ്ങൾക്ക് ശേഷം ജനാധിപത്യ ഭരണം വരും. ആ രാജാക്കന്മാരുടെ കാലശേഷം ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കും എന്ന് ദാനിയേൽ മുഖാന്തരം ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിലേ ഉള്ളൂ. ദൈവം പഴയ നിയമത്തിൽ തന്നെ ഒരിക്കലും നശിക്കാത്ത, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വലിയ രാജ്യത്തെ കുറിച്ച് ദൈവം ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, അവിടെ യേശു ക്രിസ്തുവിടാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചില സൂചനകൾ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. മതി. ഇവിടെ ഒരു ന്യായപാലനത്തെ കുറിച്ച്, അഥവാ രാജ്യത്വത്തെ കുറിച്ച്, ന്യായം പാലിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, അഥവാ യേശുവിന്റെ ആധിപത്യത്തിലുള്ള, യേശു രാജാവായിരിക്കുന്ന ഒരു രാജ്യത്വത്തെ കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പഴയ നിയമത്തിൽ രാജ്യത്വത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 32-ന്റെ 1, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ. പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. മതി, അത്ര മതി. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഒരു രാജാവ് നീതിയോടെ വാഴും. ഇത്രയും കാലം ലോക രാജ്യങ്ങളിലെല്ലാം വളരെ ചുരുക്കം രാജാക്കന്മാർ മാത്രമേ നീതിയോടെ വാണിട്ടുള്ളൂ. നീതി പൊതുവെ ചില സ്ഥലങ്ങളിലൊന്നും കാണാനില്ല. പക്ഷെ നീതി ഇല്ലാതെ കിടന്ന ഒരു ജനത്തോട്, നീതി ലഭിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു ജനത്തോട് പറയുകയാണ്, ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഉണ്ടായ കാലം മുതൽ, അവര് രാജ്യമായി തീർന്ന കാലം മുതൽ ഒത്തിരി സ്ഥലങ്ങളിൽ, ഒത്തിരി രാജ്യങ്ങളിൽ അവർ അടിമകളായി പോകേണ്ടി വന്നു. അനേക രാജാക്കന്മാർ അവരെ ഭരിച്ചു. ഈ സമയങ്ങളിലെല്ലാം ഇസ്രായേൽ ജനത്തിന് നീതി കിട്ടിയിട്ടില്ല. പലപ്പോഴും അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് യഹൂദ ജാതിയാണ്. അത് അവരുടെ കയ്യിലിരിപ്പാണ് എന്നുള്ളത് ഒരു വശം. എങ്കിൽ പോലും അവർക്ക് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായി. പലപ്പോഴും നല്ല നൂറ്റാണ്ടുകൾ. യേശുവിന്റെ കാലത്ത് ആ യെരുശലേം ദേവാലയവും അവരുടെ രാജ്യവും ഒക്കെ പിടിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് പോയതിനു ശേഷം
പിന്നീട് 1947 ഈ തൊട്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ്, 72 വർഷങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിന് അവരുടെ രാജ്യം തിരികെ കിട്ടിയത്, അവരവരുടെ രാജ്യത്തേക്ക് തിരികെ വന്നത്. അതുവരെ ഇവർക്ക് നീതിയില്ലായിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ ജനത്തിന് നീതി ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. കാരണം അവർക്ക് ചുറ്റുമുള്ള ഒരു രാജ്യത്തിനും താല്പര്യമില്ല. ഇന്നും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും എന്നും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. യഹൂദന് ജീവനുള്ള കാലത്തോളം മുഴുവൻ അവരോട് മറ്റു ജാതികൾക്ക് യുദ്ധമാണ്, സമാധാനമില്ല, നീതി ലഭിക്കുന്നില്ല, എന്നും പ്രശ്നങ്ങളാ. ഇങ്ങനെയൊക്കെ കഷ്ടം അനുഭവിക്കുന്ന ജനത്തോട് പ്രവാചകൻ വിളിച്ചു പറയുക, നിങ്ങൾക്കൊരു വലിയ സന്ദേശമുണ്ട്. ഒരു രാജാവ് നീതിയോടെ വാഴും, അന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, അവൻ നേരോടെ ന്യായപാലനം നടത്തും. ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വലിയ പ്രതീക്ഷ അവർക്ക് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയ സന്ദേശം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. ഇന്ന് നമ്മൾ ദൈവമക്കളായിട്ട് ഈ ലോകത്ത് ജീവിക്കുക. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഇന്ന് ന്യായം കിട്ടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇന്നും രാജസ്ഥാനിൽ പിടിക്കപ്പെട്ട ഞങ്ങളുടെ 1-2 ദൈവദാസന്മാർ അവരുടെ ഹിയറിംഗ് ആയിരുന്നു ഇന്ന്. അവർ പിന്നീട് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ന്യായം കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പോലും പലപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വാക്കാണിത്, ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരു രാജ്യത്വം സംഭവിക്കാൻ പോകുന്നു, ഒരു ദൈവം രാജ്യത്വം നടത്താൻ പോകുന്നു, ദൈവം നേരിട്ട് ഭരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ വരാൻ പോകുന്നു. ആ ഒരു ശുഭദിനത്തിനു വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ശുഭദിനത്തിൽ ദൈവം രാജാവായിട്ട് വാഴുമെന്ന് മാത്രമല്ല, അവനോടൊപ്പം നമ്മളും കൂടെ വാഴാനുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ ഒരു വലിയ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകട്ടെ. ആ പ്രത്യാശയോടെ നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ അതിപ്രധാനമായ ഭാഗങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ കർത്താവ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ച ഒരു ഭാഗമാണ്, ഒരു ടോപ്പിക്കാണ് ദൈവരാജ്യം എന്നുള്ളത്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ ജോൺ ദി ബാപ്റ്റിസ്റ്റിനെ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. യോഹന്നാൻ സ്നാപക യോഹന്നാൻ നമ്മൾ വിളിക്കും. സ്നാപക യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കാൻ വന്ന ഒരു മനുഷ്യനാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച യോഹന്നാനേക്കാൾ വലിയവനായിട്ടുള്ളവരാരുമില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ള ഒരു കാരണമായിരിക്കാം. ഓക്കെ, 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണത്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചത്. എന്തോ പ്രസംഗിച്ചത്? യേശുവിന് മുൻപ് ഒരു മനുഷ്യൻ യോഹന്നാൻ. ആ മനുഷ്യന്റെ പ്രസംഗത്തിന്റെ ടോപ്പിക് എന്തായിരുന്നു? ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവ രാജ്യം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ടോപ്പിക്. അദ്ദേഹത്തിന് അധികം കാലമൊന്നും പ്രസംഗിക്കാൻ പറ്റിയില്ല. വളരെ ചുരുക്കം കാലങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ചുരുക്ക പ്രസംഗം കഴിഞ്ഞ് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, യേശുവിനെ സ്നാനപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞു. അദ്ദേഹത്തെ പിടിച്ചു, കാരാഗൃഹത്തിൽ അടച്ചു, ശിരച്ഛേദന ചെയ്തു. സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. വീണ്ടും അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശുവിന്റെ വരവാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങി. യേശുവിന്റെ പ്രസംഗം എന്തുവായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഓക്കെ, നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. പുതിയ നിയമത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസംഗം, ഏറ്റവും ആദ്യത്തെ മെസ്സേജ് ദൈവരാജ്യമായിരുന്നു. പുതിയ നിയമത്തിനകത്ത് ആദ്യം പ്രസംഗിച്ച ടോപ്പിക്ക് ദൈവരാജ്യമാണ്. യേശു പ്രസംഗിച്ചു തുടങ്ങിയിട്ട് ആദ്യം പ്രസംഗിച്ച പ്രസംഗവും ദൈവരാജ്യം തന്നെയാണ്. അപ്പൊ ദൈവരാജ്യത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തുവാണ് അങ്ങനെ ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള കാരണം? എന്തിനാണ് ദൈവവചനം പ്രസംഗിച്ചത്? അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പ്രസംഗിക്കാനുള്ള കാരണം എന്തുവാണ്? അതിന്റെ കാരണമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ഇറ്റ്സ് കമ്മിങ് നിയർ. ഇത് അടുത്തു. യേശുവിന്റെ കാലം വന്നപ്പോൾ ഈ ദൈവരാജ്യം എന്ത് ചെയ്തു? അടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, ദൈവരാജ്യം എന്നുള്ള ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒരു സെക്കൻഡ് ദേവദാസനെ, ഈ വചനങ്ങളിലെല്ലാം
സ്തോത്രം. ഈ വചനങ്ങള് സ്വർഗരാജ്യം എന്നാണല്ലോ കാണുന്നത് രണ്ടെണ്ണത്തിലും, ദൈവരാജ്യം എന്നല്ലല്ലോ. ഞാൻ അതിലോട്ട് വരുന്നുണ്ട്. സുഖം, 2 ടോപ്പിക് ഉണ്ട്. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് ഞാൻ അങ്ങോട്ട് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് ആ രണ്ട് പേര് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അല്പം ഒന്ന് ക്ഷമയോടെ കാത്തിരുന്ന അടുത്ത സ്ലൈഡിലുണ്ടത് ഞാൻ സംസാരിക്കാം. ഓക്കെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒന്ന്, ദൈവരാജ്യം ഉണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണ്. യേശു വന്നപ്പോൾ ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറയാനുള്ള കാരണം ഇത് സമീപിച്ചിരിക്കുക. ഇറ്റ്സ് വെരി നിയർ. ഇന്ന് രാത്രി ഈ ക്ലാസ് പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവരാജ്യം നമ്മൾ ചിന്തിച്ചതിനേക്കാളും ഏറ്റവും അടുത്തിരിക്കുന്നു. ഓക്കെ, അതിന്റെ ഒരു ഗൗരവമേറിയ കാര്യം കൂടെ ഞാൻ പറയാം. യേശു വന്നപ്പോ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടോണം. ഇപ്പൊ യേശു വന്നിട്ട് പോയിട്ട് ഇപ്പൊ എത്ര നാളായി? 2000 വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനോട് കുറെ കൂടെ അടുത്തോ ഇല്ലയോ? ദൈവരാജ്യത്തോട് 2000 വർഷം കൂടെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു, അടുത്തു. അപ്പൊ ഇറ്റ്സ് സോ ക്ലോസ്. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ ഏറ്റവും എന്താ പറയുന്നത്, സമയം ഭയങ്കരമായിട്ട് അടുത്തിരിക്കുക. ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഇതിന്റെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ കാര്യം പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയൂടെ. കർത്താവ് അന്ത്യകാലത്തെ കുറിച്ച് 26-ാം അധ്യായം മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അന്ത്യകാലത്തെ കുറിച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ദൈവാലയത്തെ കുറിച്ചുള്ള പണിയും കാര്യങ്ങളും അതിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു പറഞ്ഞു, ഇത് ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന ഒരു സമയം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതിനോട് ചേർത്ത് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ ദേവാലയം നശിക്കുകയും കർത്താവിന്റെ വരവും ലോകത്തിന്റെ അവസാനവും എന്നൊക്കെ പറഞ്ഞ് ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് കർത്താവ് പറയുന്നുണ്ട്. ലോകാവസാനവും കർത്താവിന്റെ വരവും എന്നൊക്കെ പറഞ്ഞ കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതെന്നാ, അതിന്റെ അവസാനം എന്നാ, അല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്നോ, എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്നൊക്കെ തന്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിനോട് കൂടെയാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. ഈ വസ്തുത എത്ര പേർക്കറിയാം? യേശുവിന്റെ വരവോട് കൂടെയാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വായിക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്താണ് ആത്മാവ് പകരപ്പെടേണ്ടത് ദൈവത്തിന്റെ പ്രകാരം. അപ്പം ആത്മാവ് പകരപ്പെട്ടത് എന്നാണ്? യേശു വന്നു, 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു പോകുന്ന അതേ സമയം തന്നെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പം സകല ജനത്തിന് മേലെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. യെസ്. അപ്പം കർത്താവിന്റെ ആത്മാവ് വന്നത് എപ്പോഴാ? യേശുവിന്റെ ആ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത 50 ദിവസം കഴിഞ്ഞപ്പോൾ ആത്മാവ് വന്നു. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം എന്ന് തുടങ്ങിയിട്ടുണ്ടാവും? യേശുവിന്റെ വരവോടുകൂടെ അന്ത്യകാലം തുടങ്ങി. ഇനി എബ്രായ ലേഖനം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ എന്തോ നമ്മൾ വായിക്കുന്നത്? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത്, അങ്ങനല്ലേ വായിക്കുന്നത് അവിടെ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തത്. അപ്പൊ പുത്രൻ നമ്മളോട് അരുളി ചെയ്തത് എന്തുവാ? അന്ത്യകാലത്തിന് വേണ്ടിയുള്ള മെസ്സേജാ. അപ്പൊ അന്ത്യകാലം എവിടെ തുടങ്ങി? യേശുവിന്റെ വരവോടുകൂടെ അന്ത്യകാലം തുടങ്ങി. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതിനുശേഷം ദൈവത്തിന്റെ രാജ്യം തുടങ്ങുക എന്നർത്ഥം. ഫിസിക്കലായിട്ടുള്ള ദൈവരാജ്യം തുടങ്ങുകയാണെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി ദൈവരാജ്യത്തിന്റെ ചില ആസ്പെക്റ്റുകളെ കുറിച്ച് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിച്ചു പോകാം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. ഓക്കെ, ആ ദൈവരാജ്യത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കൺഫ്യൂഷനും കൂടെ ഒന്ന് മാറ്റിയിട്ട് പോകാം. അല്ലെങ്കിൽ ആ സിസ്റ്ററിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, ദൈവരാജ്യം എന്നിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ. ഓക്കെ, അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ഈ ദൈവരാജ്യം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് വചനത്തിൽ സ്വർഗരാജ്യം എന്നാണ് എഴുതി കാണുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന രണ്ടിലും, അതായത് മത്തായി 3:1 അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വചനത്തിലും ഒരു വചനം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് സ്വർഗരാജ്യം എന്നാണ് ബൈബിളിൽ കാണുന്നത് എന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തെ കുറിച്ച് പിന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് സ്വർഗരാജ്യം എന്നുള്ള പദം കാണുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ സ്വർഗരാജ്യം എന്നുള്ള പദം കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളിലും ബാക്കിയുള്ള സുവിശേഷങ്ങളിലും എല്ലാം നമ്മൾ
ദൈവരാജ്യം എന്നാണ് കാണുന്നത്. കിങ്ഡം ഓഫ് ഗോഡും കിങ്ഡം ഓഫ് ഹെവനും. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായി ഈ സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന്മാർക്ക് ഓൾറെഡി കർത്താവിനെ ഇഷ്ടമല്ല, യേശുവിനെ ഇഷ്ടമല്ല, യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല യഹൂദന്മാർ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാലോ, പല ഭാഗങ്ങളിലൊക്കെ പരീശന്മാർ വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തോട് തുല്യനാക്കിയപ്പോൾ ഇവർക്ക് ഡൈജസ്റ്റ് ആകാൻ പറ്റിയില്ല, ഇവർക്കത് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പല പ്രാവശ്യങ്ങളും യേശുവായിട്ട് വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ഓക്കെ, ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഒരു മനുഷ്യനായി അവതരിക്കാൻ പറ്റുമെന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവതരിച്ച മനുഷ്യൻ ദൈവത്തോട് തന്നെ തുലനപ്പെടുത്തുന്നു, ദൈവത്തോട് തുല്യമായി പറയുന്നു എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഓൾറെഡി ഉണ്ട്. ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത്, യഹൂദന്മാര് ദൈവത്തിന്റെ പേര് ഡയറക്റ്റ്ലി ഉച്ചരിക്കത്തില്ല. ദൈവത്തെക്കുറിച്ച് അവര് ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരുന്നത് വളരെ ഭവ്യതയോടുകൂടെയാണ്. സാധാരണ മനുഷ്യന്റെ ദൈവത്തിന്റെ നാമം, യഹോവയുടെ നാമം നാവിലെടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റും ചിന്തയുമായിരുന്നു യഹൂദന്മാർക്ക് പൊതുവെ ഉണ്ടായിരുന്നത്. നമുക്കറിയാലോ, ഈ പ്രവാചകന്മാരൊക്കെ പ്രവചനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അവരെഴുതുന്ന സമയത്ത് യഹോവ എന്നുള്ള പേര് എഴുതേണ്ട സമയമാകുമ്പോൾ അവർ പോയി കൈയും കാലും കഴുകി വൃത്തിയായിട്ട് വന്ന് വേറൊരു തൂവല് വെച്ചിട്ടാണ് അവർ എഴുതുന്നത്. സാധാരണ വാക്കുകൾ എഴുതുന്ന ആ ഒരു തൂവല് കൊണ്ട് അവര്, അല്ലെങ്കിൽ ആ ഒരു ഉപകരണം കൊണ്ട് ആ യഹോവയുടെ പേര് എഴുതത്തില്ല. അതിനുവേണ്ടി പ്രത്യേകം വെച്ചിരുന്നു മഷിയും ഇതുമൊക്കെ. അതാണ് അവര് അത്രയും ബഹുമാനം ദൈവത്തിന് കൊടുത്തിരുന്നു. ഇപ്പം യഹൂദന്മാരോട് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവരാജ്യം, ദൈവം എന്നുള്ള പദം ഉച്ചരിച്ചാൽ യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിന് പകരമാണ്, ദൈവം എന്നുള്ള പദത്തിന് പകരമാണ് അവര്, അല്ലെങ്കിൽ മത്തായി സ്വർഗം എന്നുള്ള പദം, ദൈവരാജ്യം എന്നുള്ളതെടുത്ത് ദൈവം എന്നുള്ളതെടുത്ത് സ്വർഗമാക്കി സ്വർഗരാജ്യം എന്നുള്ള പദം പറയാനുള്ള കാരണം. ചോദിച്ച ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, മത്തായി സുവിശേഷത്തിൽ എഴുതാനുള്ള കാരണം അങ്ങനെയാണ്. പക്ഷെ മറ്റുള്ള സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അവിടെ കൂടുതലും ദൈവരാജ്യം എന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യം എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇനി നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു, മത്തായി സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു, യോഹന്നാനും ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു നമ്മൾ കണ്ടു. ഇനി ദൈവരാജ്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ സംഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും നടന്നു. അപ്പോ യേശുവിന്റെ ഏറ്റവും വലിയ ദൗത്യം, അല്ലെങ്കിൽ യേശു ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു എവിടെ പോയാലും യേശുവിന് പ്രസംഗിക്കാനുള്ളത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ എവിടെ പോയാലും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അതിന്റെ കാരണം, യേശു ചെന്നിടത്തൊക്കെ എന്ത് ചെയ്തു? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രസംഗിച്ചു. ഓക്കെ, ഇനി 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. ഒരു ക്ലാസ് പഠിക്കുന്ന ലാഘവത്തോടെ മാത്രം ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത് ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ഇത് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി, വചനം എന്തു പറയുന്നോ അത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, 9-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവൻ 12 അടുക്കൽ വിളിച്ചു. ആദ്യം 8-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കണ്ടത്? യേശു സ്വയമേ പോയി പ്രസംഗിച്ചു. എന്തോ പ്രസംഗിച്ചത്? ദൈവരാജ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവൻ പ്രസംഗിച്ചു. 9-ാമത്തെ അധ്യായത്തിലേക്ക് അവൻ 12 പേര്, 9-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 വിളിച്ചിട്ട് എന്തു പറഞ്ഞു? സകല ഭൂതങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. അധികാരം കൊടുത്തിട്ട് എന്താ പറഞ്ഞു? ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും എന്ത് ചെയ്തു? അവൻ അവരെ പറഞ്ഞയച്ചു. ആദ്യം യേശു പ്രസംഗിച്ചു, പിന്നെ 12 നിയമിച്ചു. എന്തിനാ നിയമിക്കുന്നത്? എന്തിനാണ് പറഞ്ഞയക്കുന്നത്? പോകുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ദൈവരാജ്യം പ്രസംഗിക്കണം. 1-ാമത്തെ കാര്യം. 2-ാമത് സംഭവിക്കേണ്ട കാര്യം എന്തുവാണ്? സകല രോഗികളെയും സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ ശക്തിയും അധികാരവും കർത്താവ് അവർക്ക് കൊടുത്തു. അപ്പൊ ദൈവരാജ്യം പ്രസംഗിക്കാൻ പോകുമ്പോൾ നടക്കേണ്ടുന്ന 2 കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഒരാളെ അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടോപ്പിക്, പ്രസംഗത്തിന്റെ വിഷയം എന്തുവായിരിക്കണം? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിഷയം
ദൈവരാജ്യമായിരിക്കണം. കാരണം ഇങ്ങനെ നോക്കി, യേശു എന്തിനാ അവരെ തിരഞ്ഞെടുത്തത്? എന്തിനാണ് അവരെ പറഞ്ഞയച്ചത്? ദൈവത്തിന്റെ രാജ്യം അല്ലെ ദൈവരാജ്യത്തെ കുറിച്ച് അല്ലെ സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വന്നാലും അത് തന്നെ കാണുന്നുണ്ട്. 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഇതേ കാര്യത്തിന് തന്നെ അവരെ പറഞ്ഞയക്കുക. 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. അടുത്ത 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം, കൊയ്ത്തിന്റെ യജമാനോട് യാചിപ്പീൻ എന്നൊക്കെ പറഞ്ഞേച്ച് കുറെ കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു വന്നിട്ട് അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുവീൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവരാജ്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രായോഗികമായി നടക്കേണ്ടത്? നമ്മൾ പോകുമ്പോൾ 1, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം. 2, മിറക്കിൾസ് നടക്കണം, പെർഫോമിംഗ് മിറക്കിൾസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. അതിനു വേണ്ടിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? ശക്തിയും അധികാരവും നമുക്ക് തന്നു. ദൈവരാജ്യത്തിനകത്തുള്ള വലിയൊരു കാര്യമാണ് ശക്തിയും അധികാരവും എന്ന് പറയുന്നത്. അതേക്കുറിച്ച് നമുക്ക് കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ചിന്തിക്കാം. ഓക്കെ, അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. എവിടെ നടക്കണം? ദൈവരാജ്യത്തിനകത്ത് നടക്കണം. ദൈവരാജ്യത്തിന്റെ വക്താക്കളായിരിക്കുന്ന നമ്മളെല്ലാവരുടെ അകത്ത് നടക്കണം. ഓക്കെ, അപ്പൊ ഒരാൾ രക്ഷയിലേക്ക് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വരികയാണെന്ന് അർത്ഥം. രക്ഷയിലേക്ക് വന്നാൽ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, ആ ദൈവരാജ്യത്തിലേക്ക് വരുന്നതിന് മാനദണ്ഡം എന്തൊക്കെയാ? ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ചാലേ പറ്റൂ, ആരെങ്കിലും ഒരാൾ യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിലേ പറ്റൂ. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് പറയണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ഡ്യൂട്ടി മൊത്തം പാസ്റ്ററെ ഏൽപ്പിച്ചേക്കുക അല്ലേ? ഈ പരിപാടി മൊത്തം നമ്മൾ പാസ്റ്ററെ ഏൽപ്പിച്ചു. ഇന്ന് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കേണ്ടത് ആരാ? പാസ്റ്റർ. ഇനി സുവിശേഷന്മാരുണ്ടെങ്കിൽ അവരും പ്രസംഗിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വവും കർത്താവ് ആരോടാ പറഞ്ഞ? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്യാം. നമ്മൾ ഈ തലയൂരാൻ എടുക്കരല്ലേ, എല്ലാ പരിപാടിക്കകത്ത് നമ്മൾ തലയൂരാൻ എടുക്കര. നമ്മൾ വിശ്വാസിയായിട്ട് ചർച്ച വന്നിരിക്കും, ഉച്ചവരെ സന്തോഷമൊക്കെ ആണെ കൈയടിക്കും, പൈസ ഉണ്ടേ സ്വത്രാഴ്ച ഇടും, ആശീർവാദം പറയുന്ന താമസം എത്രയും പെട്ടെന്ന് നമ്മൾ പ്ലാസ്റ്റിക് കൂട്ടിനകത്ത് ബൈബിളും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇതാണ് നമ്മുടെ ആത്മീയ ലോകം. പക്ഷേ കർത്താവ് ഗ്രേറ്റ് കമ്മീഷനകത്ത് എന്തോ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഗ്രേറ്റ് കമ്മീഷനകത്ത് എന്തോ കർത്താവ് പറഞ്ഞേ? കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോട് എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം. മാനസാന്തരപ്പെടുന്നവരെ, രക്ഷിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യണം? അവരെ സ്നാനപ്പെടുത്തണം. എന്നിട്ട് സകല ജാതികളെയും, എന്നോട് ചേർന്ന വാക്കൊന്ന് പറയാമോ? വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് മാന്യമായിട്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ഓൺ ചെയ്തിട്ടൊക്കെ ഒന്ന് വന്നേ. ഇനി കുറച്ച് ഗൗരവമായ കാര്യത്തിലേക്ക് നമ്മളൊന്ന് കിടക്കാൻ പോവാ. ചോറൊക്കെ കഴിക്കുവാണെങ്കിൽ അത് കഴിച്ചേച്ച് ഓൺ ചെയ്താൽ മതി. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് ഒന്ന് മാറണം. ദൈവരാജ്യത്തിനകത്ത് വരുന്ന ആള് ചുമ്മാ കൈയും വീശി നടന്നു കയറി വരികയല്ല, നമ്മളൊരു ശിഷ്യനായിട്ടാണ് നടന്നങ്ങോട്ട് കയറുന്നത്, ദൈവരാജ്യത്തിനകത്തോട്ട് കയറുന്നത്. ദൈവരാജ്യത്തിനകത്ത് വരുന്നത് ചിലപ്പം ശിശുവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസിയായിട്ടായിരിക്കാം വരുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവരാജ്യം പ്രസംഗിച്ച് ഒരുത്തൻ ഇങ്ങോട്ട് വന്നാൽ അവനെ ആദ്യം പിടിച്ച് ശിഷ്യനാക്കിയേക്കണം. അതാ കർത്താവ് പറഞ്ഞത്. അപ്പം കർത്താവിന്റെ സന്നിധിയിൽ ഒരാൾ വന്നാൽ അവൻ എന്തോ ആയിരിക്കണം? എനിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിനകത്ത് ശിഷ്യത്വത്തെ കുറിച്ച് സംസാരിച്ചെന്ന് തോന്നുന്നല്ലേ? സംസാരിച്ചായിരുന്നു. ഓക്കെ, ദൈവരാജ്യത്തിന്റെ അകത്ത് ഒരാൾ വന്നാൽ അവൻ ആരായിരിക്കണം? ഓക്കെ, ഇനി ദൈവരാജ്യത്തിനകത്ത് എങ്ങനെ വരുന്നെന്നുള്ളത് നമ്മൾ പുറകെ ചിന്തിക്കും. ഇത്രയും കാര്യം ഒന്ന് ചിന്തിച്ചേ. നമ്മൾ കർത്താവിനെ അറിഞ്ഞു, ദൈവസന്നിധിയിൽ വന്നു. ശിഷ്യന്മാരോട് എന്തോ പറഞ്ഞോ പോയെ, കൈ കിട്ടുന്നവരെല്ലാം ശിഷ്യരാക്കിയേക്കണം. അങ്ങനെ അതിന്റെ ഒരു പച്ച മലയാളം അല്ലേ? ആരെ കൈ കിട്ടിയാലും അവരെ ശിഷ്യരാക്കിയേക്കണം. സുവിശേഷം പ്രസംഗിച്ചോണം, വിശ്വസിച്ച് ഇങ്ങോട്ട് വരുവാണ്, എല്ലാത്തിനും ശിഷ്യനാക്കിയേക്കണം. ഇതാ കർത്താവ് പറഞ്ഞു പോയത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നു. ദൈവസഭയ്ക്കകത്ത് വന്നാൽ നമ്മൾ ആരായിരിക്കണം? പറഞ്ഞു, എന്നോട് ചേർന്ന് പറഞ്ഞു.
നോട്ടൊക്കെ ശിഷ്യനാണ്. കുഴപ്പമില്ല, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. നമ്മൾ ആരായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ആക്കി വെച്ചത് ആയി. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഷ്യനാണോ വിശ്വാസിയാണോ എന്ന് ചോദിച്ചേ. പറയണ്ട, ഉറക്കെ പറയണ്ട, നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. നമുക്ക് ഈ വിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്നാന്നറിയോ? താമസിച്ച് വന്നാൽ കുഴപ്പമില്ല, സന്തോഷമൊക്കെ ആണേ ചിലപ്പോൾ 5 മിനിറ്റ് നേരത്തെ വന്നിരിക്കും. പണ്ടൊരു അച്ചായൻ പറഞ്ഞ പോലെ, പക്ഷേ ഞാൻ ഇച്ചിരി താമസിച്ച വന്നത്, ക്ഷമിക്കണേ, എനിക്ക് ഇച്ചിരി നേരത്തെ പോകണം കേട്ടോ എന്ന്. താമസിച്ചോ വന്നതോ താമസിച്ച എനിക്ക് ഇച്ചിരി നേരത്തെ ഒന്ന് പോകണം. ഈ അവസ്ഥ, ഈ ഗതികേടാ നമ്മുടേത്. അപ്പൊ ഇന്ന് രാത്രി എന്നെ ഈ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആ വിശ്വാസി എന്നുള്ള ലേവൽ അങ്ങ് എടുത്ത് മാറ്റണം. അതിന്റെ കാര്യകാരണ സഹിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ആരായിരിക്കണം? അല്ലെ, നിങ്ങൾ തന്നെ പറ. കർത്താവ് പറഞ്ഞു എന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിച്ചേച്ച് കിട്ടുന്ന കുറെ പേരെ ശിഷ്യന്മാരും ബാക്കിയുള്ളവരെ വിശ്വാസിയാക്കിയേക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ നമ്മൾ എവിടുന്ന ഈ വിശ്വാസിയായിട്ടിരുന്നത്? നമ്മളോട് ആരും ഈ സംഭവം ഇതുവരെ പറഞ്ഞു തന്നില്ല. കർത്താവ് ശിഷ്യന്മാരെ ഉളവാക്കാനേ പറഞ്ഞുള്ളൂ, വിശ്വാസി ഉളവാക്കാൻ പറഞ്ഞില്ല. ചിലരുടെയൊക്കെ മുഖം ഗൗരവമായി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒന്ന് പറയുക. കർത്താവ് നമ്മളെ ശിഷ്യരാക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വിട്ടത്. ഓക്കെ, യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൈ കിട്ടുന്നവരൊക്കെ ശിഷ്യരാക്കിയേക്കണം. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ശിഷ്യന്മാരായി. ശിഷ്യന്മാരായെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശിഷ്യന്മാരാക്കണം. കർത്താവ് പറഞ്ഞു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചോണം, വരുന്നവരല്ലേ ശിഷ്യരാക്കിക്കോണം. ഇനി നിങ്ങൾ തീരുമാനിച്ചോ എന്താ ചെയ്യണം എന്നുള്ളത്. ആരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നാല് അവരെ വരുന്നവരെ മുഴുവൻ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ശിഷ്യരാകണം, അത് കഴിയുമ്പോൾ ഈ കൈ കിട്ടുന്നവരെല്ലാം ശിഷ്യരാക്കിയേക്കണം. കാരണം ബൈബിൾ അതാ പറയുന്നത്. പെന്തക്കോസ്തുകാർ ഇന്നെന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം, ബൈബിൾ എന്തോ പറയുന്നുള്ള നമുക്ക് വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഇതുവരെ കുറെ ആൾക്കാരൊക്കെ ചെയ്തു വന്നതൊക്കെ ഉണ്ട്. അവർ തെറ്റൊന്നുമല്ല, അവർക്ക് കിട്ടിയ പരിജ്ഞാനത്തിൽ അവർ ചെയ്തു. പക്ഷെ ഇനി ഈ സത്യത്തിന്റെ പ്രകാശനം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട്. നമ്മൾ ആരെയും കുറ്റം പറയല്ല, ഇനി മുമ്പോട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ച് ഞാൻ ആ ഭാഗം വിടുക. എത്ര ശിഷ്യന്മാരുണ്ട് നമുക്ക് ഇതുവരെ? കർത്താവ് പറഞ്ഞ ഇതല്ലേ, നമ്മളെന്തിനാ തെരഞ്ഞെടുത്തേ? ശിഷ്യരാകാൻ വേണ്ടി. ശിഷ്യനാകണം, ശിഷ്യരാക്കണം, അതിനുവേണ്ടിയാണ് കർത്താവ് തെരഞ്ഞെടുത്തത് അല്ലേ? അപ്പൊ നമ്മളോട് തന്നെ ചോദിച്ചേ. നമ്മൾ ചില സമയത്തൊക്കെ ഇങ്ങനെ കോളറൊക്കെ തട്ടിട്ട് പറയാറുണ്ട്, ഞാൻ 15 വർഷമായി വിശ്വാസിയാണ് അല്ലേ, ഞാൻ 20 വർഷമായി. ഈ വർഷം ഈ വർഷം കൂടുന്തോറും പഴകും തോറും ഈ വീര്യം കൂടുമെന്ന് പറഞ്ഞതുപോലെ സഭയ്ക്കകത്ത് ഇത് ഭയങ്കര എരിവായിരുന്നങ്ങ് ആ പാടെ വഴക്കും ബഹളവുമായി. ആ ഇല്ലാത്ത പ്രശ്നം മൊത്തം ഈ സാധനം, ഈ എത്ര പഴകുന്നോ അത്രയും കുറുമ്പ് കൂടും. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോന്നറിയോ? നമ്മൾ ഈ ദൈവരാജ്യത്തിനകത്ത് ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇന്ന് തലയിലോട്ട് കൈവച്ച് വേണമെന്ന് ശാസിച്ചേച്ച് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെ ഉളവാക്കാതെ ഇതുവരെ പോരാടിക്കൊണ്ടിരുന്ന പോരാട്ടം, ഇതിനെയൊക്കെ ശാസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. മറ്റേതൊക്കെ നമ്മൾ അടുത്തൊന്നും വരത്തില്ല, അതൊക്കെ പൊക്കോളുന്നേ. ഇതിനൊക്കെ വേണ്ട ശാസിച്ച് പ്രാർത്ഥിക്കാൻ. ശിഷ്യനാകാൻ വേണ്ടി എന്നെ ഇവിടെ ആക്കി വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ശിഷ്യനെ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ കർത്താവേ, ഈ പോരാട്ടത്തെ ഞാനത് ശാസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാ പോരാട്ടം. പിശാച് ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു ശിഷ്യനെ ഉണ്ടാക്കണമെന്ന്. നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയോ? എന്നെ മുമ്പോട്ട് വിടാത്ത പോരാട്ടം, എന്റെ വിഷയ തടയുന്ന ശക്തികൾ, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ആവശ്യമില്ലാത്ത വിഷയത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ച് ചുമ്മാ സമയവും കളഞ്ഞ് ഇരുന്നെന്നാ കരയുന്നതെന്നറിയോ? എന്തിനു വേണ്ടിയാ? വിസ കിട്ടാൻ, വീട് കിട്ടാൻ, പൈസ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ടോപ്പിക്കൊക്കെ മാറട്ടെ. കർത്താവേ എനിക്ക് ആത്മാക്കളെ നേടാനുള്ള കൃപ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ സാധാരണ പ്രാർത്ഥന രക്ഷിക്കണേ വെടിവെക്കണേ, രക്ഷിക്കണേ വെടിവെക്കണേ, രക്ഷിക്കണേ വെടിവെക്കണേ. ദൂരെ ഒന്ന് കേൾക്കുന്നവർക്ക് വിചാരിക്കും വേണ്ടി വെടിവെക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വെടിവെപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ ആത്മാക്കളെ രക്ഷിക്കാനുള്ള കൃപ എനിക്ക്. ചിലരൊക്കെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് പോകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും നാളത്തെ ക്ലാസ്സിൽ കാണാനുള്ള ഒരു സാധ്യതയില്ല. ഇതാണ് റിയാലിറ്റി, ദൈവരാജ്യത്തെ കുറിച്ചുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഭാഗം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തുവാണ്? ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന്, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം, ശിഷ്യന്മാരെ ഉളവാക്കണം, 3 പെർഫോമിംഗ്. ഈ 3 അധ്യായങ്ങൾ നമ്മൾ കണ്ടതല്ലേ? 4ാമത്തെ അധ്യായത്തിൽ യേശു പ്രസംഗിച്ചതിനെ കുറിച്ച് കണ്ടു.
യേശു അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ചെയ്തു. യേശു ശിഷ്യന്മാരെ ഉളവാക്കി. ശിഷ്യന്മാരെ അയച്ചു 9-ാമത്തെ അധ്യായത്തിൽ. അവരോട് എന്തോ പറഞ്ഞു? നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ അത്ഭുതം ചെയ്യണം, കിട്ടുന്നവരൊക്കെ ശിഷ്യരാക്കിക്കണം. ഈ 3 കാര്യം അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത 70 പേരെ നിയമിച്ചു. അപ്പോഴും യേശു എന്തോ പറഞ്ഞു? പ്രസംഗം ഇത് തന്നെ ആയിരിക്കണം, ടോപ്പിക് ഇത് തന്നെ ആയിരിക്കണം, നിങ്ങൾ പോകുന്നിടത്തൊക്കെ മിറക്കിൾ പെർഫോം ചെയ്യണം. 3-ാമത്തെ കാര്യം ശിഷ്യന്മാരുണ്ടാണ്. ഈ 3 കാര്യമാണ് യേശു ഊന്നൽ കൊടുത്ത് പറഞ്ഞതും ചെയ്യിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. യേശു ശിഷ്യന്മാരെ ഉളവാക്കിയോ? ഉളവാക്കി. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയോ? നടത്തി. യേശു ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രസംഗിച്ചോ? പ്രസംഗിച്ചു. നമ്മളെ എന്തിനാ ആക്കി വെച്ചേക്കുന്നേ? എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഞാൻ ഈ ക്ലാസ് എല്ലാം പഠിച്ചു, ഇതെല്ലാം പഠിച്ചേച്ച് ഒരു പരീക്ഷ ഒന്നും ഇട്ടേരെ, ഞാൻ പഠിച്ചിട്ട് പാസ്സായി കഴിയുമ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നേര്, എവറിത്തിങ് ഇസ് ഡൺ. അതിനാണോ നമ്മൾ ഇന്ന് ക്ലാസ്സിന് കൂടിയേക്കുന്നേ? അല്ല. കർത്താവ് എന്ത് നമ്മളെ ഏൽപ്പിച്ചോ അതിന്ന് തൊട്ട് ചെയ്യാൻ തുടങ്ങുക. അതിനു വേണ്ടിയിട്ടൊരു സമർപ്പണത്തോടെ ഈ ക്ലാസ് നിങ്ങൾ കേട്ടു. നിങ്ങളുടെ ലൈഫിനെ ദൈവാത്മാവ് ഇന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ലൈഫിന്റെ ചിന്താഗതികളെ ദൈവാത്മാവ് ഇന്ന് ചേഞ്ച് ചെയ്യുക. ഒരു കേവലം ക്ലാസ് ആയിട്ട് മാത്രമല്ല, ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷനകത്ത് നടക്കുക എന്ന്. എത്ര പേർക്ക് അങ്ങനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്? കർത്താവേ, ഒരു വലിയ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എൻ്റെ അകത്ത് നടക്കട്ടെ. ഇതിനകത്ത് കൂടുതൽ സഹോദരിമാരാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്ക് അങ്ങനെ കൂടെ ഇറക്കി പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്യാണ്. നിങ്ങൾ 8-ാമത്തെ അധ്യായം ഒന്ന് വായിച്ച്. 8-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് സഹോദരിമാരെ ശുശ്രൂഷയ്ക്കൊന്നും പെടത്തില്ല. അത് എവിടുന്നാവാ പോരാട്ടം വന്നെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിച്ച് കാണിക്കാം. നിങ്ങൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ. അവിടെ എത്ര സ്ത്രീകൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് എണ്ണി പറയണേ കേട്ടോ. ഒന്ന് എണ്ണി നോക്കണേ. അതിന്റെ 3-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം തൊട്ട് വായിച്ചേ. അവനോട് കൂടെ, ആരോടാ? യേശുവിനോട് കൂടെ. യേശു എന്ത് ചെയ്യുമായിരുന്നു? ദൈവരാജ്യം പ്രസംഗിക്കുകയായിരുന്നു. യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. പട്ടണം തോറും സഞ്ചരിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകൾ എന്നാ പറഞ്ഞേക്കുന്നത്, എണ്ണം ഇല്ല അവിടെ. ഓക്കെ. 7 ഭൂതങ്ങൾ വിട്ടുപോയ മതിലകാരത്തിൽ മറിയ ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പേരുണ്ട്. ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂഷന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. 3 പേരുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെടുത്ത് ചില സ്ത്രീകളെന്നും പല സ്ത്രീകളെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എണ്ണം കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എണ്ണം കിട്ടിയോ എന്ന് പറയണേ. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നീട് വാക്യങ്ങളിലേക്കൊക്കെ പോകാം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. അവിടെ നമുക്ക് പ്രിസ്കില്ലയെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്, ഫേബയെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്, പല വീട്ടിൽ ശുശ്രൂഷ സഭായോഗം നടത്തിയ സ്ത്രീകളെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്, പലരെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്കകത്ത് അവരുടെയൊക്കെ വലിയ പങ്ക് വലുതായിരുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ശുശ്രൂഷ ചെയ്തവരുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളൊരു വലിയ പോരാട്ടം എന്ന് പറയുന്നത്, ആരെങ്കിലും സഹോദരിമാരെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. അതെന്തോ കുഴപ്പമൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചെയ്തോണം. ആരെന്തു പറഞ്ഞോ പറയാതിരിക്കും, നമുക്ക് വിഷയമല്ല. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ മനസ്സുണ്ടേ പിന്നെ ആരെന്തോ പറഞ്ഞാൽ എന്തുവാ ചെയ്യുക. കർത്താവിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുക. കാത്രീൻ കൂൾമാൻ എന്നൊക്കെ പറയുന്ന ദൈവദാസിയെ കുറിച്ചൊക്കെ ഒരു പുരുഷനായിട്ടുള്ള ദൈവദാസനൊന്നും ഇത്രയും ശക്തമായിട്ട് ശുശ്രൂഷിച്ചിട്ടില്ല. അതുപോലെ അധികാരത്തോടെ ശുശ്രൂഷിച്ചൊരു സ്ത്രീയാ കാത്രീൻ കൂൾമാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാത്രീൻ കൂൾമാൻ ബെന്നിഹിൻ ദൈവദാസനെയൊക്കെ ശുശ്രൂഷയിലേക്ക് നയിച്ചൊരു ദൈവദാസിയ. ആ ദൈവദാസിയൊക്കെ ഭൂതത്തെയൊക്കെ ഇറക്കുന്നത് ചുമ്മാ ഇങ്ങനെ നിന്നേച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞു, ചുമ്മാ കൈ കാണിച്ച ഭൂതം ഇറങ്ങുമായിരുന്നു. അതുപോലെ അധികാരത്തിൽ ശുശ്രൂഷിച്ച നമ്മളൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ പ്രാർത്ഥിച്ച് കയറിയാൽ ദൈവത്തിന് നമ്മളെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യൻ കൾച്ചർ ഒന്നും കണ്ട് നിങ്ങൾ ഭാരപ്പെടല്ലേ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വാ, വലിയ വേറെ രാജ്യങ്ങളിലൊക്കെ ആൾക്കാരെ ദൈവം സ്ത്രീകളെ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞ്. പക്ഷെ ഒരു കാര്യം ഓർത്തണം, ഒരു പുരുഷന് കീഴടങ്ങിയിരുന്നോണ്ട് ഇതൊക്കെ ചെയ്യാവൂ. അത് ബിബ്ലിക്കൽ സിസ്റ്റമാണ്, അത് ബിബ്ലിക്കൽ ഹൈറാർക്കിയാ. ഒരു ദൈവദാസന് കീഴടങ്ങിയിരുന്ന്, ഭർത്താവിന് കീഴടങ്ങിയിരുന്ന് ചെയ്തോണം. എല്ലാവരുടെയും മേളിൽ കയറി ആളാകാൻ നോക്കല്ലേ, അത് ബിബ്ലിക്കൽ അല്ല. ഓക്കെ. കൈക്കീഴിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ശിഷ്യത്വത്തിനകത്ത് ഇരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്യാം. അത് ബൈബിൾ അനുവദനീയമാണ്. ഓക്കെ. നമ്മുടെ ഭാഗം അതല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. ഇനി ദൈവരാജ്യത്തിന്റെ അതിപ്രധാനമായ ഒരു 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ 3 ആസ്പെക്റ്റുകളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവരാജ്യം എന്നുള്ളത് ജനറലിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ജനറലിയാണ് പറഞ്ഞത്. ഇനി അതിന്റെ 3 ആസ്പെക്ട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പുതിയ നിയമമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്.
അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന് പ്രധാനമായിട്ട് രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് പ്രസന്റ്, രണ്ട് ഫ്യൂച്ചർ. ഒന്ന് ഇപ്പോൾ നടക്കുന്ന ദൈവരാജ്യം, രണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവരാജ്യം. പഴയ നിയമത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചു. ആ വാക്യങ്ങൾക്കകത്തെല്ലാം കൂടുതലും ഇനി വരാൻ പോകുന്ന ഭൗതികമായ രാജ്യത്തെക്കുറിച്ചാണ്, ഫ്യൂച്ചർ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ എല്ലാം അധികം കാണുന്നത്. പുതിയ നിയമത്തിനകത്തും പല വാക്യങ്ങളും നമുക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പൗലോസിന്റെ മിക്കവാറും ലേഖനങ്ങൾക്കകത്തെല്ലാം കാണാൻ പറ്റുന്നത് പ്രസന്റ് ആയിട്ടുള്ള ദൈവരാജ്യത്തെ കുറിച്ചാണ്, പ്രസന്റ് ആയിട്ടുള്ള ദൈവരാജ്യത്തെ കുറിച്ച്. എന്നാൽ വരാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചും അതിനകത്ത് സൂചനകളുണ്ട്. ഓക്കെ, ഇനി അതിന്റെ രണ്ട് മൂന്ന് അർത്ഥ വ്യത്യാസങ്ങൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ദൈവരാജ്യത്തെ കുറിച്ചാണ്. അതിന്റെ ഒന്നാമത്തെ വശം നമ്മൾ ചിന്തിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദൈവരാജ്യം എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം ആദ്യം വരേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ അകത്താ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പല വാക്യങ്ങളും നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പിന്നീട് വാക്യങ്ങളൊക്കെ വായിക്കും. പൗലോസ് പറയുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, അത് ആത്മാവിൽ സന്തോഷം അത്രേ, പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. അപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തോ ആയിരിക്കാനാ സാധ്യത? അത് ഇൻഡിവിജ്വലാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന രാജ്യത്തെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഒരാള് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ഒരാളുടെ അകത്ത് വരുമ്പോൾ ദൈവത്താൽ ആ വ്യക്തി എന്ന് നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങുമോ അന്ന് ആ വ്യക്തിയുടെ അകത്ത് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകുക. അതാണ് ഇൻഡിവിജ്വൽ ദൈവരാജ്യം അഥവാ വ്യക്തിപരമായ ദൈവരാജ്യം. അത് ഇന്ന് പ്രസന്റ് ഇപ്പോഴുള്ള കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ഫിസിക്കൽ പാർട്ടാണ്. ഭൗതികമായ ദൈവരാജ്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ അക്ഷരികമായ ദൈവരാജ്യം. അക്ഷരികമായ ദൈവരാജ്യത്തിന്റെ മറ്റൊരു പേരാണ് പുതിയ നിയമ ഭാഷയിൽ വിളിച്ചു പറയുന്നത്. നമുക്ക് ദൈവത്തിനകത്ത് കാണാൻ പറ്റുന്ന യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്തൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുമ്പേ വായിച്ച വാക്യം ഉണ്ടല്ലോ, യേശുവിനെ കുറിച്ച് വായിച്ച വാക്യം 32-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിച്ചല്ലോ. അതിനകത്ത് കാണുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും. അത് ഏത് രാജ്യത്തെ കുറിച്ചാ? അത് ഭൗതികമായ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ മില്ലേനിയം എന്ന് പറയുന്ന 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് അത് കാണുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ച് പറയാം. അതിന് അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ടൊന്ന് തിരിച്ചു വരാം. ഇനിയുള്ളത് ഒരു ഇറ്റേണൽ കിങ്ഡം ആണ്. ഇറ്റേണൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ നിത്യമായ രാജ്യം. മുമ്പേ പറഞ്ഞ മില്ലേനിയം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് കുറച്ച് നാളത്തേനുള്ളൂ, 1000 വർഷത്തേക്കേ ഉള്ളൂ. പക്ഷെ വേറൊരു ഇറ്റേണൽ കിങ്ഡം കൂടെ വരാനുണ്ട്. ഒരു നിത്യമായ രാജ്യം, ഒരിക്കലും മാറ്റം വരാത്ത നിത്യമായ രാജ്യം കൂടെ. ഇങ്ങനെ ഇത് രണ്ടും ഫിസിക്കലാണ്, ഭൗതികമാണ്, അക്ഷരികമാണ്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നടക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അക്ഷരികമായിട്ടുള്ള ദൈവരാജ്യത്തെ കുറിച്ചും രണ്ട് വശങ്ങളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 1-2 വിശദീകരണങ്ങളൊന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇനി നിങ്ങൾ നോട്ട് എഴുതുന്ന നിർത്തിയതിനു ശേഷം എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദൈവരാജ്യത്തിന്റെ ഒരു ആസ്പെക്ട്, അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ദൈവരാജ്യത്തിനകത്ത് ആത്മീകമായിട്ടായിരിക്കുക. ഇനി അക്ഷരികമായിട്ട് നമ്മൾ ദൈവരാജ്യത്തിനകത്ത് ആകുന്ന ഒരു സമയമുണ്ട്. അതിന്റെ രണ്ട് ആസ്പെക്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മില്ലേനിയം, സഹസ്രാബ്ദം എന്ന് മലയാളത്തിൽ പറയും. രണ്ട് നിത്യത. ഇത് രണ്ടും ഉണ്ട്. ഇതെന്തുവാന്നുള്ളത് ഞാൻ വേഗത്തിലൊന്ന് പറയാം. മിക്കവാറും വിശ്വാസികൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിൽ എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമുക്കറിയാം, ആദ്യം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു. അതിനുശേഷം കുറെ നാളിങ്ങനെ മനുഷ്യരെല്ലാം ജീവിച്ചു വന്നു. കുറെ തലമുറകളെ കുറിച്ച് നമ്മൾ ദൈവത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ദൈവം ഇസ്രായേൽ ജനത്തെ ഉണ്ടാക്കി, ഒരു ജാതിയാക്കി. ഓക്കെ, ആ ജാതിയാക്കിയതിനു ശേഷം ദൈവം അവരുടെ രാജാവായി വാണുകൊണ്ടിരുന്നു. ആ രാജാവായി വാണുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് അതിന് താല്പര്യമില്ലാതെ അവർ ജാതികളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞിട്ട് ദൈവിക ഭരണത്തിനകത്തുനിന്ന് അവർ മാറി രാജാക്കന്മാർ അവരെ ഭരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കിയാൽ ഇസ്രായേൽ ജനത്തെ ഏറ്റവും അധികം മ്ലേച്ഛതയിലേക്ക് നയിച്ചത് മുഴുവൻ ഈ രാജാക്കന്മാരാ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക നേരിട്ടുള്ള ഭരണത്തിൽ നിന്ന് അവർ മാറിപ്പോയി എന്നുള്ളതാണ് അതിന്റെ കാരണം.
അപ്പം ദൈവിക ഭരണത്തിനകത്തുനിന്ന് മാറുന്നത് ഒരിക്കലും നമുക്ക് നന്മയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം പിന്നീട് നമുക്കറിയാം ഇസ്രായേലിന്റെ ആ കാര്യമൊക്കെ കഴിഞ്ഞു. അന്നത്തെ രാജാക്കന്മാരൊക്കെ അവർ ഭരിച്ചു. അവസാനം ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് ഇല്ലാതെ തന്നെയായി. അതിനുശേഷമാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. യേശു വരുമ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു. നമ്മെ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് കർത്താവ് വെച്ചതിന് ശേഷം ഒരു സ്പിരിച്വൽ കിങ്ഡത്തിനകത്ത് നമ്മളെ ആക്കി. അങ്ങനെ ആ രാജ്യത്തിനകത്ത് നമ്മളിപ്പോൾ വാണുകൊണ്ടിരിക്കുകയാണ്. ഇനി യേശു ഒന്ന് വന്നു, ഇനി യേശു ഒന്നും കൂടെ വരാൻ പോകുന്നുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തുവാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയാമോ? ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഒരു 3ാം ലോക മഹായുദ്ധമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 2ാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് ഹിരോഷിമയെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇന്ന് അവിടെ ഉണ്ടായ ഒരു വലിയതിന്റെ ആഘാതം നമുക്കറിയാം. ഇന്ന് അതിനേക്കാളൊക്കെ എത്രയോ വർഷം കഴിഞ്ഞു അല്ലേ? എത്രയോ വർഷം, 45 നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം ഇപ്പോ രാജ്യങ്ങളും അവരുടെ അണ്വായുധ സംഭവങ്ങളൊക്കെ ഒത്തിരി ഡെവലപ്പായി. ഇന്നെങ്ങാനും 3ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ദൈവമക്കളെ ഒരു കാര്യം ഉറപ്പാ, നമ്മളിൽ ഒരെണ്ണം പോലും ജീവനോടെ ഭൂമി കാണത്തില്ല. ഒരു പുല്ല് പോലും ഈ ഭൂമി കിളുക്കുന്ന സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് ഗൗരവമേറിയ, അത്രയ്ക്ക് ശക്തിയേറിയ അണ്വായുധങ്ങൾ എല്ലാ രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. അവർ വികസിപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടൊരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഉണ്ടാകും കേട്ടോ, ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്. ഇനി ഉണ്ടാകാൻ പോകും, ആദ്യം ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. 3ാം മഹായുദ്ധം ഉണ്ടാവും. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയാമോ? ഇനി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകാമാകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ വാനമേഘത്തിലുള്ള വരവാണ്. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം അതായിരിക്കും. കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷമാകും. കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റാപ്ചർ സംഭവിക്കും. നമ്മൾ സഭ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. നമ്മളിപ്പോൾ ലോകത്ത് ജീവിക്കുന്നു, അടുത്തത് കർത്താവ് വരും. കർത്താവ് വന്നാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും. അടുത്ത 7 വർഷം നമ്മൾ മധ്യാകാശത്തിലായിരിക്കും. എവിടെ ആയിരിക്കും? മധ്യാകാശത്തിലായിരിക്കും. മധ്യാകാശം എന്ന് പറയുന്നത് സ്വർഗ്ഗമല്ല കേട്ടോ. സ്വർഗത്തിലേക്ക് നമ്മൾ പോകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, കുറച്ചൊന്ന് ക്ലിയർലി നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നമ്മൾ 7 വർഷം മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെയാണ് കുഞ്ഞാടാകുന്ന കർത്താവും സഭയാകുന്ന മണവാട്ടിയാകുന്ന നമ്മളുമായിട്ടുള്ള വിശുദ്ധ വിവാഹം നടക്കുന്നത്. പിന്നെ ഒരു വലിയ മഹോത്സവമാണ് അവിടെ നടക്കുന്നത്. ആ 7 വർഷം നമ്മൾ കർത്താവിനോട് കൂടെ മധ്യാകാശത്തിലായിരിക്കും. ആ 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ് മഹോദ്രവം, പെർസിക്യൂഷൻ എന്ന് പറയുന്നത്, പീഡനകാലം എന്ന് പറയുന്നത്. അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3.5 വർഷവും 3.5 വർഷവും, അങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പകുതി ആന്റി ക്രൈസ്റ്റ് മാന്യമായിട്ട് വാഴും. അടുത്ത 3.5 വർഷം എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ് വളരെ അദ്ദേഹത്തിന്റെ ക്രൂരത നിറഞ്ഞതായിട്ടുള്ള ഭരണ സംവിധാനം ഇവിടെ അഴിച്ചുവിടും. അന്നായിരിക്കും യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത് ഇത് ആന്റി ക്രൈസ്റ്റ് ആണെന്നുള്ളത്. അന്ന് അവരെല്ലാവരും ആന്റി ക്രൈസ്റ്റിനെതിരായിട്ട് തിരിയും. അന്ന് ആന്റി ക്രൈസ്റ്റ് യഹൂദന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങും, ലോകത്തിലുള്ളവരെ പീഡിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ 7 വർഷം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, ആ 7 വർഷം നമ്മൾ മധ്യാകാശത്തിലായിരിക്കും. ആ 7 വർഷം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ മധ്യാകാശത്തിൽ നിന്ന് കർത്താവിനോട് കൂടെ ഈ ഭൂമിയിലേക്ക് വരും. അത് കർത്താവിന്റെ 3ാമത്തെ വരവായിരിക്കും. ആ ഭൂമിയിലേക്ക് നമ്മൾ അന്ന് മണവാട്ടി കർത്താവിന്റെ കൂടെ ഉണ്ടാവും. അന്ന് നമ്മൾ ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ അന്നൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമഗദോൻ യുദ്ധം. ആ ഹർമഗദോൻ യുദ്ധം ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധം ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ യുദ്ധത്തിനകത്ത് കർത്താവാണ് സകല പൈശാചിക മണ്ഡലങ്ങളെയും സകല ജാതികൾ കർത്താവിന് വിരോധമായി കൂടുന്ന സകലരെയും തോൽപ്പിച്ച ശേഷം പിശാചിനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കും. അഗാധകൂപത്തിന്റെ ചങ്ങലയിട്ട് ബന്ധിക്കും 1000 വർഷത്തേക്ക്. അന്നാണ് മില്ലേനിയം ഇവിടെ ആരംഭിക്കുന്നത്. മില്ലേനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നേരിട്ട് ഭരിക്കുന്ന കർത്താവ്, അതായത് ദൈവം നേരിട്ട് ഭരിക്കുന്ന ഒരു രാജ്യം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ സാമ്പിള് കർത്താവ് ഇവിടെ വെച്ച് കാണിക്കുന്ന 1000 വർഷം. അതിനാണ് സഹസ്രാബ്ദം എന്ന് നമ്മൾ വിളിക്കുന്നത്. മില്ലേനിയം എന്ന് ഇംഗ്ലീഷിൽ പറയും. അടുത്ത 1000 വർഷം ദൈവസഭയിലെ മണവാട്ടികളായിരിക്കുന്ന നമ്മൾ, ദൈവസഭയാകുന്ന മണവാട്ടിയാകുന്ന നമ്മൾ കർത്താവിനോട് കൂടെ നിന്ന് അന്ന് ഈ ലോകത്തിലുള്ള ജാതികളെ മുഴുവൻ നമ്മൾ ന്യായം വിധിക്കും, അവരെ നമ്മൾ ഭരിക്കും. അതാണ് മില്ലേനിയം. 1000 വർഷം. അന്ന് പിശാച് ഇവിടെ ഉണ്ടാകത്തില്ല, പാപം ഉണ്ടാകത്തില്ല. നമ്മൾ യെശയ്യാ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പോലെ പുള്ളിയോടുകൂടെ കുഞ്ഞുങ്ങൾ കളിക്കും, പാമ്പിന്റെ പൊത്തിൽ കുഞ്ഞുങ്ങൾ കൈയിടും, കുഞ്ഞുകുട്ടികൾ 100 വയസ്സുള്ളവനായി മരിക്കുമെന്ന് മരണമുണ്ടാകുകയില്ല. അന്ന് രോഗമില്ല, ദുഃഖമില്ല. കർത്താവ് അവിടെ രാജാവായിട്ട് വാഴും.
പ്രൈസ് ഗാഡ്. അന്ന് പക്ഷെ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായിരിക്കും. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അമേരിക്ക പോകണമെന്ന് വിചാരിച്ചാൽ സെക്കൻഡിൽ നമുക്ക് അമേരിക്കയിൽ പോകാം. കാരണം അടച്ച് ഉറക്കുന്നതിന് നമുക്ക് അമേരിക്കയിൽ പോകാം. കാരണം നമ്മുടെ ശരീരത്തിന് അന്ന് ഈ ശരീരമല്ല, അന്ന് നമ്മുടെ ട്രാൻസ്ഫോംഡ് ബോഡി ആയിരിക്കും. ഓക്കെ, അതാണ് മില്ലേനിയത്തിൽ സംഭവിക്കുന്ന കാര്യം. ആ മില്ലേനിയം കഴിയുമ്പോൾ അന്ന് അല്പസമയത്തേക്ക് പിശാചിനെ കർത്താവ് അഴിച്ചുവിടും. അപ്പൊ അവൻ എന്ത് ചെയ്യും? ഭൂലോകത്തിലുള്ള സകല ജാതികളെയും ദൈവത്തിന് വിരോധമായിട്ട് കൂട്ടും. എന്നിട്ടൊരു വലിയൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ഇത് ആ ഒരു സീക്വൻസിൽ, ഓർഡറിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഈ അന്ത്യകാലത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഈ ഓർഡറിൽ കേൾക്കാത്തത് കൊണ്ട് നമുക്കൊരു പിടിയില്ല ഇത് എപ്പോഴാണ് എന്തോ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഓർഡറിൽ ഒന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ ഈ മില്ലേനിയം, അതാണ് ദൈവരാജ്യത്തിന്റെ അക്ഷരികമായിട്ടുള്ള ആദ്യത്തെ പാട്ട്. അത് സ്വർഗമല്ല. നമ്മൾ മധ്യാകാശത്തിൽ താമസിക്കുമ്പോഴും അതും സ്വർഗമല്ല. സ്വർഗത്തിൽ നമ്മൾ ഇതുവരെ പ്രവേശിച്ചില്ല. അതിനുശേഷമാണ് ഈ 1000 വർഷം കഴിയുമ്പോൾ അല്പകാലത്തേക്ക് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അല്പകാലത്തേക്ക് പിശാചിനെ കർത്താവ് അഴിച്ചുവിടും. അവനെന്ത് ചെയ്യും? ഭൂമിയിലുള്ള സകലരെയും കൂടെ ദൈവത്തിന് വിരോധമായിട്ട് കൂട്ടിയിട്ട് അന്നൊരു യുദ്ധം നടക്കും, ദൈവമായിട്ടൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ആ യുദ്ധത്തിൽ കർത്താവ് പിശാചിനെ തോൽപ്പിച്ച ശേഷം അവനെ എന്നേക്കുമായി നരകത്തിലേക്ക് തള്ളിവിടും പിശാചിനെ. പിന്നെ പിശാചിന്റെ കഥയിൽ അവന്റെ ചാപ്റ്റർ അന്ന് അവസാനിക്കുക. അതിനുശേഷം കർത്താവ് ഈ ഭൂമിയെ ശുദ്ധീകരിക്കും, തീ കൊണ്ട് ശുദ്ധീകരിക്കും. അതിനുശേഷം കർത്താവ് ഈ ഭൂമിയെ എല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം ഒരു വെള്ളസിംഹാസന ന്യായവിധി വെച്ചിട്ടുണ്ട്. വെള്ളസിംഹാസന ന്യായവിധി, അതിന് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് നമുക്കറിയാം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആ മരിച്ചവർ ആബാലവൃദ്ധം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകം 20 തൊട്ടുള്ള അധ്യായങ്ങൾ മുമ്പോട്ട് വായിച്ചാൽ അവിടെ എല്ലാം ഇത് കാണാൻ പറ്റും. ഇന്ന് രാത്രി നിങ്ങൾ ഇത് വായിച്ചാൽ കുറെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, വാക്യങ്ങൾ വായിപ്പിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ എന്തോ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നീട് വരുന്നത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ന്യായവിധിയാണ്. ഭയങ്കര ന്യായവിധി. അന്ന് ആബാലവൃദ്ധം ജനങ്ങളെയും ദൈവം ന്യായവിധിക്കും. അന്ന് നമുക്ക് ന്യായവിധിയില്ല. ഈ കാര്യം ദൈവജനം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ നമ്മൾ വിധിക്കപ്പെടുകയില്ല. ആ ന്യായവിധിയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കത്തില്ല. അന്ന് നമ്മൾ കർത്താവിനോട് കൂടെയാണ്. നമ്മൾ ഒരുമിച്ച് അന്ന് ജനത്തെ ന്യായം വിധിക്കുന്നത്. ഓക്കെ, അവിടെയും കുറച്ചു പേരെ കർത്താവ് നല്ലവരെയും തീവരെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. ആ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിന് ശേഷം ദൈവത്തിന്റെ ന്യായവിധിക്ക് വേണ്ടിയിട്ടുള്ളവരെ നരകത്തിലേക്ക്, പിശാചിന് ഒരുക്കിയിട്ടുള്ള നാശത്തിലേക്ക് അല്ലെങ്കിൽ ആ നരകത്തിലേക്ക് ആളുകളെ തള്ളിവിടും. അതിനകത്തുനിന്ന് കുറച്ചു പേരെ കർത്താവ് പിന്നെയും സേവ് ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കിയിട്ട് വെളിപ്പാട് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പുതിയ യെരൂശലേം, നവ യെരൂശലേം, ഒരു ഭർത്താവിന് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ ഭൂമിയിലേക്ക് നവ യെരൂശലേം അഥവാ പുതിയ യെരൂശലേം ഇറങ്ങി വരും. അതാണ് റിയൽ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ കർത്താവ് നമ്മളെ പ്രവേശിപ്പിക്കും. അവിടെ നമ്മൾ അന്ന് തൊട്ട് കർത്താവിനോട് കൂടെ നിത്യയുഗം കർത്താവിനോട് കൂടെ അവിടെ വസിക്കും. അന്ന് അവിടെ കണ്ണുനീരില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, രാവില്ല, പകലില്ല, കുഞ്ഞാട് തന്നെ അതിന്റെ വിളക്കായിരിക്കും. അവിടെ നമ്മൾ നിത്യമായി കർത്താവിനോട് കൂടെ വസിച്ചുകൊണ്ടിരിക്കും. അതാണ് നിത്യരാജ്യം എന്ന് പറയുന്നത്. അതാണ് ഇറ്റേണൽ കിങ്ഡം. ഓക്കെ, അപ്പൊ ദൈവരാജ്യത്തിന്റെ 3 ആസ്പെക്ട് മനസ്സിലായോ? ദൈവരാജ്യം നമ്മുടെ അകത്ത് എസ്റ്റാബ്ലിഷ് ആവണം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നാമും നമ്മുടെ ശരീരവും മുഴുവനായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണം. 1, അങ്ങനെ ചെയ്യുന്നവർ കർത്താവിന്റെ കാഹളനാഥം കേൾക്കുമ്പോൾ നമ്മൾ ആകാശത്തിൽ എടുക്കപ്പെടും. 7 വർഷം കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെയും കർത്താവിന്റെ രാജ്യം തന്നെ, കർത്താവ് നമ്മെ ഭരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിലേക്ക് അക്ഷരികമായ രാജ്യത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരും. അന്ന് നമ്മൾ ഭരിക്കപ്പെടുകയല്ല, അന്ന് നമ്മൾ കർത്താവിനോട് ഭരിക്കുകയായിരിക്കും. അതാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. 1000 ആണ്ട് വാഴ്ചയും ഫിസിക്കലാ, അക്ഷരികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ ശരീരം അക്ഷരികമായിരിക്കത്തില്ല. അന്ന് ഈ ഭൂമിയിലുള്ളവരുടെ ശരീരം അക്ഷരികമായിരിക്കും. അന്ന് നമ്മൾ ദൂതന്മാരെ പോലെ ആയിരിക്കും. അതിനുശേഷമാണ് ഈ ഗോഗ് മാഗോഗ് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളെ കർത്താവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. റിയൽ സ്വർഗം എന്ന് പറയുന്നത് അതാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ആയിരുന്നില്ലേ? ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഇതൊക്കെ പിടികിട്ടിയെടുത്ത് കർത്താവ് വരുമെന്നും സ്വർഗം ഉണ്ടെന്നും പുതിയ യെരൂശലേം ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഇതിന്റെ സീക്വൻസിൽ നമുക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. അപ്പൊ ദൈവത്തിനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ 3 ആസ്പെക്ട് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അരമണിക്കൂറുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്രയും കാര്യം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചിന്തിക്കാം. ഓക്കെ, ഇനി ദൈവരാജ്യത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ദൈവരാജ്യം എന്ന് പറയുന്നത് ആദ്യം ഇത് എസ്റ്റാബ്ലിഷ് ആവേണ്ടത് എവിടാ? നമ്മുടെ അകത്താ. ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആവേണ്ടത് നമ്മുടെ അകത്ത്. ഇനി ദൈവരാജ്യത്തിനകത്ത് എസ്റ്റാബ്ലിഷ് ആകുന്നത് എങ്ങനെ? ദൈവരാജ്യം ഇപ്പം ഉദാഹരണം പറയാം.
ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സിറ്റിസനാണ്. നമ്മളെല്ലാവരും ഇന്ത്യയിലുള്ള ആൾക്കാരാണ്. വിദേശത്തുള്ളവരാരും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഓക്കെ, നമ്മളെങ്ങനെ ഇന്ത്യയിലെ സിറ്റിസൺ ആയത്? ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ ജനിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിലെ സിറ്റിസനായി. പിന്നെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ചെയ്ത് തരിക എന്നുള്ളത്. ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡോ ഒക്കെ തന്ന് അത് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം. പക്ഷെ ഞാൻ ജനിച്ചത് ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഇവിടുത്തെ രാജ്യത്തിന്റെ അവകാശിയാണ്. ഇനി കർത്താവ് പറഞ്ഞൊരു പദം ഓർക്കുന്നുണ്ടോ? നിക്കോദീമോസ് രാത്രിയിൽ കർത്താവിന്റെ അടുക്ക വന്നു. കർത്താവ് നിക്കോദീമോസിനോട് ഒരു മറുപടി പറയുന്നുണ്ട്. എന്തോ പറഞ്ഞേ? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് മോനെ പടി കാണാൻ പറ്റത്തില്ല. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് അംഗമാവുന്നത് എങ്ങനാ? ദൈവരാജ്യത്തിനകത്ത് ജനിക്കുമ്പോഴാ. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ ജനിച്ചപ്പം ഞാൻ ഈ രാജ്യത്തിന്റെ അവകാശിയായി മാറിയതുപോലെ ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, വീണ്ടും ജനനം എങ്ങനെ പ്രാപിക്കുന്നേ? മാനസാന്തരപ്പെടുമ്പോ, റിപ്പന്റ് ചെയ്യുമ്പോ, ആ മാനസാന്തരത്തിലേക്ക് ഞാൻ വരുമ്പോൾ. ഓക്കെ, ഞാൻ അതിനെ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. ഓക്കെ, ഇച്ചിരി ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാനൊന്ന് പോവാണ്. അല്പം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോവാം. ഓക്കെ, ഈ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യം എങ്ങനെ രാജ്യമാകുന്നെന്ന് അറിയാമോ? ഒരു രാജ്യം എങ്ങനെ രാജ്യമാകുന്നേ? ആ രാജ്യത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു രാജാവ് ഉണ്ടായിരിക്കും. ഒരു രാജ്യമാകുന്ന എപ്പോഴാ? ആ രാജ്യത്തിനകത്തൊരു രാജാവ് ഉണ്ടായിരിക്കും. 2, ആ രാജാവിന്റെ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ത്രോൺ എന്നാണ് വിളിക്കുന്നത് രാജാവിന്റെ ഭാഷയിൽ. ത്രോൺ, സിംഹാസനം. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അദ്ദേഹത്തിന്റെ അതോറിറ്റി, പവർ ഓഫ് റൂൾ. ഇനി വിൽ ഓഫ് ദ കിങ് ഈസ് ദ ലോ ഇൻ ദ കിങ്ഡം. ഈ രാജ്യത്ത് ഏത് രാജ്യമാകട്ടെ, ആ രാജ്യത്തിലെ നിയമം എന്തായിരിക്കും എന്നറിയാമോ? അവിടെ എഴുതി ഉണ്ടാക്കിയ നിയമമൊന്നുമില്ല. രാജാവിന് തോന്നുന്ന അവിടുത്തെ നിയമം. കുറെ കൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ രാജാവിന്റെ ഇഷ്ടമാണ് ആ രാജ്യത്തിലെ നിയമം. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ ആൾക്കാർക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. രാജാവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. നമ്മളിപ്പോ ആയിരിക്കുന്ന കിങ്ഡം ദൈവത്തിന്റെ രാജ്യമാണ്. ആ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. അവനാണ് നമ്മുടെ രാജാവ്. ഇനി അടുത്തത്, ഈ രാജ്യത്തിനകത്തുള്ളത് എന്താണെന്നറിയാമോ? സിറ്റിസൺസ് ഉണ്ട്, പ്രജകളുണ്ട്. പ്രജകൾ ഉള്ളപ്പോഴേ രാജ്യമുള്ളൂ. ഈ ദൈവരാജ്യത്തിനകത്ത് പ്രജകൾ ആരാ? ഞാനും നിങ്ങളും. നമ്മളാണ് ദൈവരാജ്യത്തിന്റെ പ്രജകൾ. എങ്ങനെയാ പ്രജകളായത്? വീണ്ടും ജനനത്തിലൂടെ. ഞാൻ അതിലേക്ക് വരിക. അടുത്തത്, ഈ രാജാവിന്റെ ഒരു ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധിയുണ്ട്. രാജാവിന് ഒരു റൂൾ ചെയ്യുന്ന ഏരിയ ഉണ്ട്. എല്ലായിടത്തും ഒന്നും കയറി രാജാവാകാൻ പോകത്തില്ല. രാജാവിന്റെ പരിധിയുണ്ട്. ആ രാജാവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ രാജാവിന്റെ രാജപരിധിക്കകത്ത് വരണം. ഓക്കെ, ഇതിങ്ങനെയാണ് ഒരു കിങ്ഡം ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇത് പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് അടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് വന്നു. ഇനി നമ്മുടെ രാജാവ് ആരാ? നമ്മുടെ രാജാവ് കർത്താവാ. നമ്മൾ അവന്റെ അധികാര പരിധിക്കകത്താ. നമുക്കിനി തോന്നിയതുപോലെ ജീവിക്കാൻ നോ ചോയ്സ്. നമുക്കവിടെ ചോയ്സ് ഇല്ല. രാജാവ് എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. നമ്മളെ രാജാവിന്റെ മക്കളെ, രാജാവിന്റെ പ്രജകളാണ്. പ്രജകളെന്നുള്ള ദൈവരാജ്യത്തിനകത്ത് ആ പ്രജ എന്നുള്ള സിസ്റ്റം മാറ്റി ദൈവം നമ്മളെ മക്കളാക്കിയിരിക്കുക. ദൈവരാജ്യത്തിനകത്ത് നമ്മൾ പ്രജകളായിട്ടല്ല വാഴുന്നത്, അവന്റെ മക്കളായിട്ട് നമ്മളിവിടെ വാഴുക. ഓക്കെ, കർത്താവിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. കർത്താവിനാണ് നമുക്ക് അധികാരമുള്ളത്. വേറെ ആർക്കും ഈ ലോകത്തിൽ നമ്മുടെ മേൽ അധികാരം ഇല്ല. ഇനി ഈ ദൈവരാജ്യത്തിനകത്ത് ജനിക്കുന്നത് എങ്ങനെയാണ്, അതിനകത്ത് അംഗമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. യോഹന്നാൻ 3:3 യേശു പറഞ്ഞ മറുപടിക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് അവകാശിയാകാൻ കഴിയില്ല. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് ജനിക്കാനുള്ള കാരണം, അതിനുള്ള എന്തുവാ, അതിന്റെ കാര്യം എന്തുവാ? വീണ്ടും ജനിക്കുക. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റും. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ പൈസ കൊടുത്താൽ പറ്റത്തില്ല, പള്ളി പോയാൽ പറ്റത്തില്ല. പള്ളിയുടെ രജിസ്റ്ററിനകത്ത് പേരുണ്ടെങ്കിൽ നോ ഗ്യാരണ്ടി നമ്മൾ ദൈവരാജ്യത്തിനകത്ത് അംഗമാണെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല.
പള്ളിയിൽ അംഗമാണ്, പള്ളിയിൽ മാമോദീസ കിട്ടും, പള്ളിയിലെ എല്ലാ കുർബാനയ്ക്കും ചേരാം, എല്ലാ പരിപാടിയും നടത്തും. ഇവൻ അന്യഭാഷ വേണേലും പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവരാജ്യത്തിനകത്ത് അംഗമാണെങ്കിൽ ബോൺ എഗെയിൻ നടന്നിരിക്കണം. ബോൺ എഗെയിൻ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. വീണ്ടും ജനിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ പെന്തക്കോസുകാര് വീണ്ടും ജനിക്കണമെന്ന് ഊന്നൽ കൊടുത്ത് പറയാനുള്ള കാരണം. അല്ലെ മോനെ, ദൈവരാജ്യത്തിന്റെ പണി കാണാൻ പോലും നമുക്ക് യോഗം ഉണ്ടാവത്തില്ല. ദൈവരാജ്യത്തിനകത്ത് കയറണോ, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച ദൈവമക്കൾക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന് ഹൃദയം കൊടുത്തോണം, കർത്താവിന് വേണ്ടി സമർപ്പിച്ചോണം. ആമേൻ. അടുത്തത്, ഈ കർത്താവ് ആ വാക്ക് പറയുമ്പോൾ തന്നെ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഒന്ന് എങ്ങനെ വീണ്ടും ജനിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന്, ആത്മാവിനാലും ജനിക്കണം, 2 വെള്ളത്താലും ജനിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്ന്, അകത്ത് മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യണം, അത് ഞാൻ ജനത്തിന്റെ മുൻപാകെ വെള്ളത്തിൽ സാക്ഷീകരിക്കുകയും ചെയ്യണം. സ്നാനപ്പെടണമെന്നർത്ഥം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ സ്നാനപ്പെടേണ്ടത് അത്യാവശ്യമാണോ? ഈ വാക്യം നല്ലപോലെ ഒന്ന് വായിച്ചാൽ അതിന് മറുപടി കിട്ടും. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തില്ലെന്നാ ദൈവവചനം എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്നാനപ്പെടാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കോടുള്ള ദൂത് പറയുകയാണ്, എത്രയും പെട്ടെന്ന് മുങ്ങിക്കോ. നാളെ രാവിലെ പറ്റുമെങ്കിൽ മുങ്ങിക്കോ. കാരണം ദൈവരാജ്യത്തിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യം ചെയ്താലേ പറ്റുള്ളൂ. ഒന്ന്, ആത്മാവിനാൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ അകത്തൊരു ബോൺ അഗെയിൻ. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പം പുള്ളിക്ക് പോയി കാര്യമായിട്ട് പിടികിട്ടിയില്ല. ആർക്കാ? നിക്കോദോമസിന് ഈ കാര്യം പിടികിട്ടിയില്ല. അപ്പം പുള്ളി ചോദിച്ചു, കർത്താവേ, ഈ വീണ്ടും ജനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ മനുഷ്യനായില്ലേ, ഞാനൊരുവിധം പ്രായമൊക്കെ ആയി, ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് അങ്ങനെ വീണ്ടും ജനിക്കുന്നത്? എന്നാരാ കർത്താവ് മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത്? ഓക്കെ, മത്തായി സുവിശേഷം 3:2 വരുമ്പോൾ നമ്മൾ മുമ്പേ അത് പറഞ്ഞു. 3:2, 4:17 യോഹന്നാൻ പറഞ്ഞതും യേശു പറഞ്ഞതും രണ്ടും എന്തോ പറഞ്ഞേ? ദൈവരാജ്യത്തിനകത്ത് കടക്കണമെങ്കിൽ ഒരു കാര്യമാണ് അവർ കോമൺ ആയിട്ട് പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത്. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൊ ദൈവരാജ്യവും മാനസാന്തരവും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് രണ്ടും കണക്റ്റഡാ. ദൈവരാജ്യവും മാനസാന്തരവും തമ്മിൽ ഭയങ്കര കണക്റ്റഡാ. പള്ളി പോകാം, ഈവൻ പാസ്റ്റർ ആകാം, മാനസാന്തരം ഇല്ല ദൈവരാജ്യത്തിനകത്തല്ല കുഞ്ഞേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്ന കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ എഴുതിയാലും മതി. പക്ഷെ പറയുന്ന കാര്യം നിങ്ങൾ വിട്ടുപോലെ. റിപ്പന്റൻസ് അത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് എങ്ങനെയാ? ഒരുവൻ മാനസാന്തരപ്പെടും. മാനസാന്തരപ്പെടുമ്പോ എന്തോ സംഭവിക്കുന്നേ? നമ്മൾ വീണ്ടും ജനിക്കുക. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവ്, ഞാൻ പഴയതെല്ലാം കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ച് ഞാൻ പുതിയ ജനനം പ്രാപിക്കുക. ആ പുതിയ ജനനം പ്രാപിച്ച് ഞാൻ വീഴുന്നത് ദൈവരാജ്യത്തിനകത്തോട്ടാ. ആമേൻ. അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിനകത്ത് വീണവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷെ പള്ളിയിൽ പോയിട്ട് മാനസാന്തരപ്പെടാത്തവരുടെ ഗതികേട് എന്തോന്ന് ഞാൻ ആലോചിക്കുന്നത് അല്ലേ? പള്ളിയിലിരുന്ന് പണ്ടൊരു പുള്ളി പറഞ്ഞ പോലെ, പണ്ടൊക്കെ പാസ്റ്ററോട് വഴക്കുണ്ടാക്കുമായിരുന്നു, ഇപ്പൊ അതെല്ലാം മാറി. പാസ്റ്ററോട് ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ഞാൻ ആ പുള്ളിയെ തല്ലും. ആ പരുവത്തില. സത്യത്തിൽ അകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. പള്ളി പോകാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പണ്ട് ഉപദേശിയെ തല്ലായിരുന്നു, ഇപ്പൊ ഉപദേശിയെ തല്ലുന്നവനെ തല്ലും. അതാ അത്രയും വ്യത്യാസമുള്ളൂ. പണ്ടൊരു പുള്ളി ഏതാണ്ടൊക്കെ തെറി പറഞ്ഞപ്പം പറഞ്ഞു, മോനെ എന്തോ നീ തെറി പറയുന്നത്, എന്തോ ഇങ്ങനെ സ്നാനപ്പെട്ടല്ലേ എന്ന് ചോദിച്ചാൽ പറയാമോ, ഞാൻ സ്നാനപ്പെട്ടപ്പോൾ വായ അടച്ചു വെച്ചേക്കുമായിരുന്നു, വായു വെള്ളം കയറിയില്ലെന്ന്. ഇതൊക്കെ നമുക്ക് പറയാവുന്ന മുട്ടായുത്തി ന്യായങ്ങളൊക്കെയാ. പക്ഷെ സത്യത്തിൽ നമ്മുടെ അകത്ത് മാനസാന്തരം ഉണ്ടായിരിക്കണം. മാനസാന്തരം ഉണ്ടായോ എന്ന് എങ്ങനെ അറിയും? അവസരം വരുമ്പോ അറിയാം അല്ലേ? നമ്മളിങ്ങനെ പാവങ്ങളായിട്ടിരിക്കുമ്പോൾ നമ്മൾ പാവങ്ങൾ തന്നെയാ, ഒരു കുഴപ്പമില്ല. സ്വർഗദൂതന്മാരെ പോലെ നമ്മളെ കണ്ടാൽ നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറയുമോ? ഇല്ല, ഒരു ദോഷം പറയത്തില്ല. എന്തോ നല്ല ഭവ്യരാ നമ്മളൊക്കെ അല്ലേ? പക്ഷെ ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകണം നമ്മൾ മാനസാന്തരപ്പെട്ടോ ഇല്ലയോ എന്നറിയാൻ. പണ്ട് പള്ളിയിൽ ഒരു അച്ഛൻ ഇങ്ങനെ ചർച്ചിച്ചെന്നേച്ച് ഈ മാനസാന്തരത്തെ കുറിച്ചും ക്ഷമയെ കുറിച്ചും ഒക്കെ പ്രസംഗിച്ചേച്ച് ഇങ്ങനെ ഇറങ്ങി വരിക. പണ്ടത്തെ കാലം. അന്നേരം ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്തു നിൽക്കുക. അപ്പൊ ഈ ഒരു കുരുത്തക്കെട്ട ചെറുക്കൻ ചെന്നേച്ച് അച്ഛൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു, അച്ഛൻ ഇന്ന് ക്ഷമയെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു, ശരിയാ, നല്ല ക്ഷമ, നല്ലൊരു ടോപ്പിക്കായിരുന്നു. അച്ഛന് ക്ഷമയുണ്ടോ അച്ഛാന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞാൽ ഉണ്ടാ, ക്ഷമയുണ്ട്. വളരെ ഭവ്യതയോടെ ക്ഷമയോടെ അച്ഛൻ പറഞ്ഞാൽ ക്ഷമയുണ്ട്. പിന്നെയും കുറച്ച് ദിവസം അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്ന് വെച്ചാൽ വീണ്ടും ചെന്ന് അച്ഛൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു, അച്ഛനെ ചുമ്മാ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചെന്ന് ചോദിച്ചു, അച്ഛന് ക്ഷമയുണ്ടോ അച്ഛാ? പറഞ്ഞാ അച്ഛാ ക്ഷമയുണ്ടാ. കുറച്ചേരം കഴിഞ്ഞ് വീണ്ടും ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ ക്ഷമയുണ്ടോ അച്ഛാ? കുറെ പ്രാവശ്യം ആയപ്പോഴത്തേന് അച്ഛൻ്റെ ക്ഷമയെല്ലാം കിട്ടും. നിന്നോട് അച്ഛൻ്റെ കയ്യിലൊരു ഈ കാലം കൂടെ ഉണ്ടായിരുന്നു കയ്യിൽ. ആ കാലം കൂടെ ഓങ്ങി വെച്ച് പറഞ്ഞാൽ, നിന്നോടല്ലാടാ ഞാൻ പറഞ്ഞ എനിക്ക് ക്ഷമയുണ്ടെന്ന്.
നേരം അവൻ പറഞ്ഞ അച്ഛാ എനിക്കിപ്പോൾ മനസ്സിലായി അച്ഛന് ക്ഷമയുണ്ടെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ പലപ്പോഴും ക്ഷമയുണ്ടോന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ സാഹചര്യം വന്നാലേ പറ്റുള്ളൂ, അല്ലേ? സാഹചര്യം ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. പ്രാക്ടിക്കലി നമുക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. കാരണം ദൈവരാജ്യത്തിനകത്ത് നമ്മൾ അംഗമായില്ലെങ്കിൽ നമ്മൾ പാടുന്നതും പ്രസംഗിക്കുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം വൃഥാവാ. ദൈവരാജ്യത്തിനകത്ത് അംഗമാകണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ആൻഡമാനിൽ ദൈവനം സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുക. അന്നേരം എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അന്ന് അവിടെ അത് ശുശ്രൂഷിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്താണ് ദൈവം നമ്മളെ ദൈവരാജ്യത്തിനകത്ത് കൊണ്ടുവന്നത്, അല്ലേ? ലോകത്തിനകത്ത് ഒത്തിരി പേരുണ്ട്. അവിടെ നിന്ന് നമ്മളെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു, പിക്ക് ചെയ്തു, നമ്മളെ സെലക്ട് ചെയ്തിട്ട് ദൈവരാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇനി കർത്താവ് വരുമ്പോൾ റാപ്ചറിന് എന്തോ മലയാളത്തിൽ പറയുന്നത്, കർത്താവിന്റെ വരവില് ഉൽപ്രാവണം, അല്ലേ? ഉൽപ്രാവണത്തിൽ നമ്മള് ഇവിടുന്ന് കർത്താവ് കൊണ്ടുവന്ന് എങ്ങനെ ആയിരിക്കും എന്നറിയോ? ഈ ദൈവരാജ്യത്തിനകത്തുള്ള എല്ലാത്തിനും കൊണ്ടുപോകത്തില്ല. അയ്യോ, ഗൗരവത്തോടെ നിങ്ങളൊന്ന് കേട്ടെ. ഈ ദൈവരാജ്യത്തിനകത്തുള്ള എല്ലാരും പോകത്തില്ല. ഇതിനകത്തൊന്നും സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുള്ളൂ. എന്താ തെളിവ്? മത്തായി സുവിശേഷം 13-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ 2-3 ഉദാഹരണം കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ നാളെയോ മറ്റന്നാളോ ഒക്കെ അതിനെ കുറിച്ച് ചിന്തിക്കാം. ദൈവരാജ്യത്തിനകത്തൊന്നും ഒരു സെലക്ഷൻ ഉണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? കുറെ കൂടെ പറയാം, കുറെ കൂടെ തെളിച്ചെന്ന് പറയാം. പള്ളിയിലിരിക്കുന്ന എല്ലാം സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾക്കത് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലേ? 13-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. അതിനകത്ത് കർത്താവ് 2 ഉദാഹരണങ്ങൾ, മൊത്തം 13-ാം അധ്യായം മൊത്തം, മത്തായി സുവിശേഷം 13-ാം അധ്യായം മൊത്തം ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളാണ് കർത്താവ് പറയുന്നത്. അതിനകത്ത് 2 ഉപമകളുണ്ട്. ഒന്ന്, ദൈവരാജ്യം എന്ന് പറയുന്നത് കടലിൽ വിരിച്ച വലയ്ക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്. വേറൊന്ന് പറയുന്നുണ്ട്, വിതയ്ക്കാൻ പുറപ്പെട്ട വിതയ്ക്കുന്നതിന് തുല്യമാണെന്ന്, വയലിന് തുല്യമാണെന്ന്. കളയല്ല, ഈ നല്ല വിത്തൊക്കെ വിതച്ചിങ്ങി പോകുന്നു, ദൈവരാജ്യത്തിന്റെ വിത്തൊക്കെ വിതച്ചിങ്ങി പോകുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വളർന്നു. ഈ വിതച്ചു പോകുന്ന പുള്ളി പോന്നു കഴിഞ്ഞപ്പോ പിശാചി ചെന്നിച്ച് അവന്റെ കുറെ കളയെ കൂടി ഇതിനിടയ്ക്ക് വിതച്ചു. എവിടാ? ദൈവരാജ്യമാകുന്ന വയലിനകത്ത്. അതും വളർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ശിഷ്യന്മാരല്ല വേലക്കാരെല്ലാം കൂടെ ചെന്ന് ചോദിച്ചു, ഗുരു, ഞങ്ങള് യജമാനനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, എന്നിട്ട് അവിടെ കളയും കൂടെ വളർന്നു നിൽക്കുന്നു. അപ്പൊ യജമാനൻ പറഞ്ഞു, മോനെ അത് ശത്രു ചെയ്താ. അപ്പൊ ഇവർക്ക് ഭയങ്കര ആവേശം, ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ആവേശമല്ലേ എപ്പോഴും. അവർ പറഞ്ഞു, നമുക്കതൊക്കെ പറിച്ചു കളഞ്ഞാലോ? അന്നേരം യജമാനൻ പറഞ്ഞു, അതിപ്പോ പറിക്കണ്ട, അത് കൊയ്ത്തോളം വളരട്ടെ, ഇപ്പൊ പറിച്ചാൽ അതിൽ കൂടെ ഉള്ളതും കൂടെ പോകും, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ താഴെയുള്ള വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന് വിശദീകരണം യേശു പറയുന്നുണ്ട്. ഈ വയല് ദൈവരാജ്യം, വിതയ്ക്കപ്പെട്ട നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, വിതയ്ക്കപ്പെട്ട കള എന്ന് പറയുന്നത് പിശാചിന്റെ സന്താനങ്ങൾ, പിശാചിന്റെ പുത്രന്മാര്. ഇനി കൊയ്ത്തെന്ന് പറയുന്നത് ലോകാവസാനം. എന്നിട്ട് ആ ലോകാവസാനത്തിൽ നല്ലതിനെ കൊയ്ത് മാറ്റിവെച്ചിട്ട് ഈ ആഘാതത്തിനെ എല്ലാം കൂടെ കൊയ്തിട്ട് തീ ചൂളയിലിട്ട് കളയും. അവിടെ കെടാത്ത തീയും പല്ലുകടിയും ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടുന്ന? ദൈവരാജ്യത്തിനകത്തൊന്ന് കൊയ്ത് കളയുന്നു. ഇനി ദൈവരാജ്യം എന്ന് പറയുന്നത് വലയ്ക്ക് സമാനമാണെന്ന് എഴുതിയിട്ടുണ്ട്. വയലിലിടുന്ന, സമുദ്രത്തിലിടുന്നതായ ഒരു വലിയ, കടലിലിടുന്നതായ വലിയൊരു വലയ്ക്ക് സമാനം. വലയിട്ടു, മീനിനെ കിട്ടി, അതിനെല്ലാം കരയിൽ ഇരുന്നുകൊണ്ട് വലിച്ചു കരയ്ക്ക് അടുപ്പിച്ചു. അവസാനം ഇരുന്നു കൊണ്ട് നല്ലതിനെ പിടിച്ച് കൂട്ടി വെച്ചു, മറ്റതിനെ പിടിച്ച് വാലെ പിടിച്ച് എറിഞ്ഞു കളഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ വിശദീകരണം കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഇത് ലോകാവസാനം. ദൂതന്മാർ ഇരുന്നുകൊണ്ട് നല്ലതിനെ കൂട്ടിച്ചേർക്കും, മറ്റതിനെ എറിഞ്ഞു കളയും. അതാണ് വെള്ളസിംഹാസന ന്യായവിധി. അപ്പൊ ദൈവരാജ്യത്തിനകത്തു നിന്നുള്ളത് നരകത്തിൽ പോവോ? ബി വെരി കെയർഫുൾ. ദൈവരാജ്യത്തിനകത്ത് വന്നു, പള്ളി പോയി, ഇറ്റ്സ് ഡസന്റ് മാറ്റർ. നരകത്തിൽ പോകാനുള്ള സാധ്യത ഇതിനകത്തും ഉണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഇവിടെ നിന്നോണം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രൈസ് ഗാഡ്. അപ്പൊ ഈ ക്ലാസ് ദൈവരാജ്യത്തെ കുറിച്ച് പഠിച്ചത് നല്ലതായെന്ന് തോന്നുന്നുണ്ടോ? ഇനി ജീവിക്കുന്ന ജീവിതം ഗൗരവത്തോടെ ജീവിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കണക്ഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ബോൺ അഗെയിൻ, ആത്മാവിൽ ജനിക്കുകയാണ് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാനുള്ള പ്രധാന മാർഗം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്? 2 കാര്യത്തിലൂടെയാണ് വീണ്ടും ജനിക്കുന്നത്. ഒന്ന്, ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. ഓക്കെ, ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. 3-ാമത്തെ കാര്യം, മാനസാന്തരം ഉണ്ടാകണം. റിപ്പന്റൻസ് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം.
ഞാൻ തന്നെ വേണേ വായിക്കാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വിശ്വാസവും കൂടി ഇതിനകത്ത് ആധാരമാണ്. വിശ്വാസം, വിശ്വസിക്കണം. ഇങ്ങനെ കേട്ട് അച്ചായൻ പള്ളി പോയതുകൊണ്ടോ അമ്മമ്മ പള്ളി പോയതുകൊണ്ടോ അപ്പനും അമ്മയും പള്ളി പോയതുകൊണ്ടോ ഒന്നും ഒരു ഗുണവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ദൈവരാജ്യത്തിന്റെ അംഗമാകണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന കർത്താവിന്റെ വചനം. യെസ്. അപ്പോ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണം, നമ്മൾ വിശ്വസിക്കുക. ഇനി അത് മാത്രമല്ല, മത്തായി സുവിശേഷം 7:21 ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവരാജ്യം ഒന്ന് വായിച്ച വാക്യം. മത്തായി സുവിശേഷം 7 മത്തായി സുവിശേഷം 7:20. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കുന്നവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ കടക്കുന്നവൻ ആര് മാത്രമേ കടക്കത്തുള്ളൂ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. മാനസാന്തരപ്പെട്ടുകൊണ്ട് പ്രയോജനമില്ല. അത് വേണം. മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം, വിശ്വസിക്കണം, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്തോ കൂടെ ചെയ്യണം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവന്റെ ഇഷ്ടം കൂടെ ചെയ്യണം. അവന്റെ ഇഷ്ടം കൂടെ ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ എന്താ പ്രാർത്ഥന പഠിപ്പിച്ചേ? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രാർത്ഥിക്കണം. നമ്മൾ പെന്തക്കോസ്തുകാർ കൃപയാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. അത് പ്രാർത്ഥിക്കാത്തതിന്റെ ഒരു കാരണം, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ രാജ്യം പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ആത്മീയമായ അർത്ഥത്തിൽ ദൈവരാജ്യം വന്നു. അതുകൊണ്ടാണ് നമ്മളത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തതിന്റെ ഒരു കാരണം. പക്ഷേ നമ്മൾ ആ പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ, മൊത്തം കാണാതെ പ്രാർത്ഥിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സമർപ്പണത്തോടു കൂടെ എല്ലാ ദിവസവും ജീവിക്കണം. ഇതൊരു വലിയ ടോപ്പിക്കാണ്, വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് ബന്ധപ്പെട്ടല്ല, അല്ലാതെ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ആഴത്തിൽ ഇടപെട്ട ഒരു ഭാഗമാണിത്. അവിടുത്തെ ഇഷ്ടം, ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഭൂമിയിൽ ആരാ ഉള്ളേ? നമ്മളാ ഉള്ളേ. അപ്പം സ്വർഗത്തിലെ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് തിരുത്തി പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ അകത്ത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിന്റെ ഒറ്റ ഭാഗം മാത്രം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ ഭാഗം, ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ രാത്രി ചിന്തിക്കാം. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഇഷ്ടം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനകത്ത് ആദ്യത്തെ കാര്യമാണ് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നവരുടെ അകത്ത് ആദ്യം എന്താ ഉണ്ടാവണം? ശുദ്ധീകരണം ഉണ്ടാകണം. മാനസാന്തരം. ആ മാനസാന്തരത്തെ തുടർന്ന് ശുദ്ധീകരണത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. ആമേൻ. സമാഗമന കൂടാരത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ സമാഗമന കൂടാരത്തിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? തിരശ്ശീല കഴിഞ്ഞ് നമ്മൾ ആദ്യം അകത്തോട്ട് പ്രാകാരത്തിലോട്ട് കയറുമ്പോഴേ പ്രാകാരത്തിൽ ഒരു ഓൾട്ടർ വെച്ചിട്ടുണ്ട്, യാഗപീഠം വെച്ചിട്ടുണ്ട്. എന്തിനാ യാഗപീഠം? യാഗപീഠം യാഗം കഴിക്കാനാ. എന്തിനു വേണ്ടിയാ യാഗം? മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരം ഉണ്ടായി, ശുദ്ധീകരണം. ദൈവത്തിന്റെ മുൻപാകെ യാഗം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിന് ശുദ്ധീകരണം ഉണ്ടാകണം. അപ്പം ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവന്റെ അടുക്കൽ ആദ്യം ഉണ്ടാകേണ്ടത് ആ ശുദ്ധീകരണമാണ്, പാപത്തിലുള്ള ശുദ്ധീകരണം. രണ്ടാമത്തെ കാര്യം, ആദ്യം ഇരിക്കുന്നത് യാഗപീഠമാണ്. യാഗപീഠം കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയാമോ? അവിടെ ഒരു താമരത്തൊട്ടി ഇരിപ്പുണ്ട്. താമരത്തൊട്ടി എന്തുവാ? അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ യാഗപീഠത്തിൽ വരുന്നവരും പിന്നെ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരും ഇവരെ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ വെള്ളത്തിൽ കൈ കഴുകണം, അതിനകത്ത് മുഖം നോക്കണം, കയ്യും കാലും കഴുകണമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എഫീസ് ലേഖനം 5:27 വായിച്ചാൽ ദൈവസഭയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? ദൈവസഭ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ
ശുദ്ധിയും ശുഭ്രയുമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് വചനത്തോടു കൂടിയ ജലസ്നാനത്താലുള്ള ശുദ്ധീകരിക്കണമെന്ന്. വചനം മുഖാന്തരം നമുക്ക് എന്താവണം? ശുദ്ധി ഉണ്ടാവണം. നമ്മൾ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? അനുഗ്രഹം എങ്ങനെ പ്രാപിക്കാം? അതിനെ ഞാൻ തുടക്കം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഈ ബൈബിളിനകത്ത് വാക്യം തപ്പുന്ന മൊത്തം എനിക്ക് എവിടെ അനുഗ്രഹം കിട്ടുമെന്ന. നമ്മൾ അനുഗ്രഹം കിട്ടുന്ന കാര്യമല്ല തപ്പേണ്ടത്, എനിക്ക് എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാമെന്നാണ് തപ്പേണ്ടത്. കാരണം വചനം എന്തിനാ നമ്മളെ പ്രൈമറിലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനാണെന്നറിയാമോ? നമ്മളെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയാണ്. വചനത്തിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധി ചെയ്യാനാണ്. നമ്മളതിനെ പലതും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓ, യേശുവിന്റെ നാമം പറയുമ്പോൾ അത് കിട്ടും ഇത് കിട്ടും. നമ്മള് ആൾക്കാരെ എന്തു പറയുന്നത്, ഈ ദുർമോഹികളാക്കാതെ ജനത്തെ വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങനെ രാത്രി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദൈവരാജ്യത്തിനകത്ത് മാനസാന്തരത്തോടെ, മാനസാന്തരം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയുള്ളൂ. അല്ലെ നമ്മൾ ഇപ്പോഴും ദൈവരാജ്യത്തിന് പുറത്ത് നിൽക്കുക. എത്ര ഗൗരവമുള്ള കാര്യമാ അല്ലേ? നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യത്തിന് പുറത്ത് നിൽക്കുക. എപ്പോഴും മാനസാന്തരപ്പെട്ടാലേ അകത്ത് കയറൂ. അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അന്നന്ന് ഓരോ ദിവസം ഐ ഡൈ ഡെയിലി, ദിവസേന മരിക്കുക. ഇത്രയും ഗൗരവമുള്ളൊരു കാര്യമാ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുക എന്നുള്ളത്. ദൈവരാജ്യത്തിന് ഇത്രയും ഗൗരവം ഉണ്ടായിരുന്നെന്ന് ഇതുവരെ കേട്ടിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഇത്രയും ഗൗരവമുള്ള കാര്യം. നമ്മൾ ഇതിനെയൊക്കെ ചുമ്മാ നിസ്സാരമായിട്ട് കാണുകയായിരുന്നു. ദൈവരാജ്യം ടീക്ക്. നമുക്കിപ്പോഴും ദാവീദും ഗോലിയാത്തും ഒക്കെ ഇഷ്ടം. ദാവീദ് പണ്ടൊരു പുള്ളിക്കാരൻ പ്രസംഗിച്ച പോലെ ഒരു ഉപവാസ പ്രാർത്ഥന, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന 21ാമത്തെ ദിവസവും 20 ദിവസവും പ്രസംഗിച്ചു. ദാവീദ് പിന്നെ ഈ ഗോലിയാത്തിന് നേരെ ഇങ്ങനെ വരിക. പിന്നെ ഈ ഭയങ്കര പരിപാടികളാണ്. ഇതെല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് കൊല്ലുന്നില്ല. ഈ ചെറുക്കൻ അങ്ങോട്ട് ത്രില്ല് കയറിയിട്ട് കഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഇവരെ ത്രില്ല് കയറിയിട്ട് 20ാമത്തെ ദിവസം അവൻ സഹി ഇട്ടിട്ട് വീട്ടിൽ ചെന്ന് വെച്ച് പാപ്പാടി ചോദിച്ചു, പപ്പ ഇന്നേലും ഗോലിയാത്തിനെ കൊല്ലുമെന്ന് ചോദിച്ചു. ഈ പറഞ്ഞ അവസ്ഥയാണ് നമ്മുടെ അല്ലേ? കാരണം ഗോലിയാത്തിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം തീർന്നില്ലേ? പിന്നെ അടുത്ത ടോപ്പിക് ഇല്ല. അതുകൊണ്ട് ദാവീദും ഗോലിയാത്തും വിട്ടേച്ച് യേശുവിനെ പിന്തുടരാൻ നമുക്ക് പഠിക്കാം. യേശുവിനെ പോലെ ആകാൻ നമുക്ക് ശ്രമിക്കാം. അതൊന്നും വേണ്ടെന്നല്ല കേട്ടോ, നല്ലതാ. ദാവീദിന്റെ ഒക്കെ ലൈഫിലൂടെ ദാവീദൊക്കെ പോയ മാനസികാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അതൊക്കെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ നല്ലതാ. പക്ഷെ യേശുവിനേക്കാൾ അധികം പ്രാധാന്യം ഇതൊന്നും കൊടുത്ത് അവരെ കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ദാവീദൊക്കെ കടന്നുപോയ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 33-ലധികം ടെസ്റ്റുകളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. ദാവീദിന്റെ ഒക്കെ ലൈഫിൽ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷെ അതിനേക്കാൾ അധികം മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അവന്റെ പേര് യേശു. അത് നമുക്ക് ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കട്ടെ. ആമേൻ. നമ്മളിതിന്റെ ദിവസം നമുക്ക് സമർപ്പിക്കാം.